കേരള ആധുനികതയുമായി ബന്ധപ്പെടുത്തുമുള്ള ചർച്ചകൾ, പഠനങ്ങൾ ഒരുപാട് നമ്മൾ കാണുന്നതാണ്. അപ്പോൾ രണ്ടാമത്തെ കീവേഡ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നവോത്ഥാനം അല്ലെങ്കിൽ റുനേസ ആയിട്ട് ബന്ധപ്പെട്ടതും അതിനെ കണക്ട് ചെയ്തിട്ട് വരുന്ന ആധുനിക സിദ്ധാന്തവുമാണ്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കീവേഡായിട്ട് അതിലുള്ളത് ചരിത്രരചനയാണ്. ചരിത്രരചന അല്ലെങ്കിൽ അതിനെ കുറച്ചുകൂടെ വിശകലനം ചെയ്ത് പറയുകയെങ്കിൽ ചരിത്രരചന രീതിശാസ്ത്രം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം. അപ്പോൾ അതിൽ പല 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 മാനങ്ങളിലേക്കും ചോദ്യങ്ങളിലേക്കും പോകാവുന്ന ഒരു കീവേഡാണത്. ലൈക്ക് EH കാരൊക്കെ ഉപയോഗിച്ച് തുടങ്ങുന്ന പോലെ വാട്ട് ഈസ് ഹിസ്റ്ററി, എന്താണ് ചരിത്രരചന എന്നുള്ളത് തൊട്ട് ജെൻകിൻസിൻ്റെയൊക്കെ എഴുത്തിൽ പോലെ വാട്ട് ഈസ് ഹിസ്റ്ററി ഫോർ, എന്തിനാണ് ചരിത്രം എഴുതുന്നതെന്നുൾപ്പെടെയുള്ള ഒരുപാട് ചോദ്യങ്ങളിലേക്ക് പോയിക്കൊണ്ട് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വൈ ഷുഡ് വി റൺ, ഹൗ ആൻഡ് വൈ ദ ഹിസ്റ്ററി വിത്ത് ക്യാപിറ്റൽ H ഓർ ദ അക്കാഡമിക് ഹിസ്റ്ററി ദാറ്റ് ഈസ് ബീൻ റിട്ടൺ എന്നൊരു ചോദ്യത്തിലേക്ക് എത്താം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് മാനങ്ങളിലേക്ക് പോകാൻ സാധ്യതയുള്ള ഈ സെഷനെ സമയപരിമിതി മൂലം നമുക്ക് ഏറ്റവും കമ്പാർട്ട്മെൻറ്റലൈസ് ചെയ്ത് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആദ്യമേ നമ്മളിതിൽ ആഗ്രഹിക്കുന്നത് 2 പ്രഗത്ഭരായ സ്പീക്കേഴ്സും അവരുടെ വ്യൂ പോയിൻറ്റ്സ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ മുമ്പിൽ വെക്കും. ചെറിയൊരു ഇൻട്രാക്ഷനിലേക്ക് പോയതിനു ശേഷം ഓഡിയൻസിനും അതിനുശേഷം ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും, സമയം പരിഗണിച്ചുകൊണ്ട്. ആദ്യമായിട്ട് ഷെയറായി മാഷിൻ്റെ കയ്യിലേക്ക് കൈമാറുകയാണ്. ആദ്യമേ നിസാർ സാർ സംസാരിക്കും. ബഹുമാന്യനായ മോഡറേറ്റർ, പ്രിയപ്പെട്ട ചെറായി രാംദാസ്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ കാലികമായിട്ടുള്ള ഒരു വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. പ്രധാനമായും ഇത് ചരിത്രത്തെക്കുറിച്ച് ആയതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുമാത്രമല്ല, നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് സമൂഹത്തിൽ മാർജിനലൈസ് ചെയ്യപ്പെട്ട സമൂഹത്തെക്കുറിച്ചാണ്. അതുകൊണ്ടുകൂടി ഈ ചർച്ച വളരെ പ്രധാനമായിട്ട് തോന്നുന്നു. ഇവിടെ ആദ്യമായി എനിക്ക് പറയാനുള്ള ഒരു കാര്യം, കേരള ചരിത്ര രചനയുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ കേരളത്തിന് പുറത്ത് ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ചരിത്ര രചനയെ പരിശോധിക്കുമ്പോൾ ഈ കീഴാളപക്ഷ രചനകൾ, അന്വേഷണങ്ങൾ ധാരാളം നടന്നിട്ടുണ്ട്. എന്നാൽ കേരളീയ പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ സംഭവങ്ങളെ, വ്യക്തികളെ, പ്രദേശങ്ങളെ ഒക്കെ അന്വേഷിക്കുന്ന പഠനങ്ങൾ വളരെ തുച്ഛമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു അഭാവമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ അർത്ഥത്തിൽ അയ്യങ്കാളിയെ പോലെയുള്ള ഒരു വ്യക്തിയെക്കുറിച്ചുള്ള പഠനങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ 2007 വരെ നമുക്ക് അത്രത്തോളം പഠനങ്ങൾ വന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ മുമ്പിൽ അന്ന് ഇപ്പോൾ ഞാൻ MPhil ഗവേഷണം ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം സെക്കൻഡറി സോഴ്സസ് എഴുതപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം രചനകൾ അയ്യങ്കാളിയെക്കുറിച്ച് വന്നിട്ടുണ്ടെന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ആകെ 2 പ്രധാനപ്പെട്ട ബയോഗ്രഫീസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഒന്ന് THP ചെന്താരശ്ശേരിയുടെ ഒരു ബയോഗ്രഫി, അതേപോലെ തന്നെ മറ്റൊന്ന് അഭിമന്യുവിൻ്റെ മറ്റൊരു ബയോഗ്രഫി. പിന്നെ സനൽ മോഹൻ എഴുതിയിട്ടുള്ള ഒരു ലേഖനം, അതായത് ലാറ്ററൽ സീരീസ് എന്ന് പറയുന്ന CDS ഇറക്കിയിരുന്ന ഒരു ലാറ്ററൽ സീരീസ്. ഇങ്ങനെ വളരെ തുച്ഛമായിട്ടുള്ള സോഴ്സസേ നമ്മളെ മുമ്പിൽ ഉണ്ടായിട്ടുള്ളൂ. മറ്റ് രചനകൾ ധാരാളം ഉണ്ട്, പക്ഷെ അതൊന്നും നമുക്ക് വേണ്ടത്ര ചിലപ്പോൾ THP ചെന്താരശ്ശേരിയുടെ പിന്നെ പുസ്തകം അവലംബിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള പുസ്തകങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നമ്മൾ പറയാറുണ്ട്, ഒരു ബുദ്ധിജീവി ജനിക്കുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ ധാരാളം തിയററ്റിക്കലി സംസാരിക്കാറുണ്ട്. അയ്യങ്കാളി വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സാന്നിധ്യമായിരുന്നു കേരളത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ കേരളത്തിൻ്റെ നവോത്ഥാനം, അയ്യങ്കാളി, അതേപോലെ തന്നെ ചരിത്രരചന, ഈ 3 കോമ്പണൻറ്റിലാണ് ഈ ചർച്ച നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ 3ൻ്റെ ചില കാര്യങ്ങൾ ആദ്യം നമ്മൾ സംസാരിച്ച് പിന്നീട് ചർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ നമുക്ക് കൂടുതൽ വിശദാംശത്തേക്ക് പോകാമെന്ന് ഞാൻ കരുതുന്നു. കേരളീയ നവോത്ഥാനം എന്നത് നമ്മൾ ഏറെ കൊട്ടിഘോഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ ഈ നവോത്ഥാനം എന്ന് പറയുന്നതിനെ നമ്മൾ കോണ്ടെക്സ്റ്റലൈസ് ചെയ്താൽ, ഒരു ചരിത്രപരമായിട്ട് അതിനെ കോണ്ടെക്സ്റ്റലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം, യഥാർത്ഥത്തിൽ ഈ നവോത്ഥാനം ഉണ്ടായി വരുന്നത് കൊളോണിയൽ ആധുനികതയുടെ പശ്ചാത്തലത്തിലാണ്. കൊളോണിയലിസം അല്ലെങ്കിൽ ബ്രിട്ടീഷ് കൊളോണിയലിസം കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് വളരെ സജീവ സാന്നിധ്യമായിരുന്നൊരു ഘട്ടത്തിലാണ്
നമ്മുടെ നവോത്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഈ കൊളോണിയൽ ആധുനികത കൊണ്ടുവന്നിട്ടുള്ള സാഹചര്യങ്ങളെ, അനുകൂലമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസിനെ ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടി നമ്മൾ ഇവിടുത്തെ വിവിധ ജാതി മത സമുദായങ്ങൾ തങ്ങളെ തന്നെ റീലൊക്കേറ്റ് ചെയ്യുന്ന ഒരു സംഗതിയായിരുന്നു നവോത്ഥാനമായിട്ട് മാറിയത്. അതിൻ്റെ വിശദാംശത്തിലേക്ക് നമുക്ക് പോകാൻ പിന്നീട് പറയാം. രണ്ടാമതായി നമുക്ക് കാണാൻ സാധിക്കുന്നത് കേരളീയ സാമൂഹ്യ മണ്ഡലത്തിൽ വലിയ മാറ്റങ്ങൾ ഇക്കാലത്ത് വന്നുകൊണ്ടിരിക്കുന്നു. പ്രധാനമായും ഭൂമിയുമായി ബന്ധപ്പെട്ട നമ്മുടെ ബന്ധങ്ങൾ മാറുന്നു. ഭൂമി വാങ്ങാനും വിൽക്കാനും കഴിയുന്ന ഒരു കമോഡിറ്റി ആയിട്ട് മാറുന്ന സാഹചര്യം. ഇതിലെങ്ങനെയാണ് ഓരോ ജാതി വിഭാഗങ്ങളും ഓരോ മതസമൂഹങ്ങളും അതിനെ മനസ്സിലാക്കിയത്, അതിനെ ഉൾക്കൊണ്ടത് എന്നുള്ളതാണ്. അത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ ഒട്ടാകെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പ്രശ്നങ്ങളെ നമ്മൾ അത്രത്തോളം ഗഹനമായി അന്വേഷിച്ചിട്ടില്ല എന്ന്, വളരെ ചെറിയ പഠനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഗഹനമായ പഠനങ്ങൾ ഉണ്ടായിട്ടില്ല ആ മേഖലയുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ഈ അർത്ഥത്തിൽ നോക്കുമ്പോൾ സമൂഹത്തിൽ നിന്ന് മാർജിനലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള സമൂഹങ്ങളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ജനവിഭാഗങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള പഠനങ്ങൾ കേരളീയ ചരിത്ര രചനയിൽ കൂടുതൽ വന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഈ അർത്ഥത്തിൽ വേണം ഈ ചർച്ചയുടെ അടുത്ത ഘട്ടമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇത്തരം കാര്യങ്ങളാണ്. ഒന്ന്, കേരളീയ നവോത്ഥാനത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൊളോണിയൽ ആധുനികതയുടെ പശ്ചാത്തലത്തിലാണ്. അതേപോലെ തന്നെ ഈ കൊളോണിയൽ ആധുനികത കൊണ്ടുവന്ന പശ്ചാത്തലത്തിൽ ഓരോ ജാതി സമൂഹങ്ങളും മതസമൂഹങ്ങളും ഇതിനെ എങ്ങനെ ഏറ്റെടുത്തു എന്നുള്ളത് പഠനവിധേയമാക്കേണ്ടതുണ്ട്. ഇവിടെയാണ് നമ്മൾ അയ്യങ്കാളിയെ കാണുക. ഒരു ജൈവിക ബുദ്ധിജീവിയായിട്ട് എങ്ങനെയാണ് സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു നേതാവിനെ നമ്മൾ കാണുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും ആദ്യഘട്ടത്തിൽ പറഞ്ഞു വെച്ചുകൊണ്ട് രണ്ടാം ഘട്ടത്തിലേക്ക് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ തോന്നുന്നു. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചർച്ചയുടെ തലക്കെട്ട് അയ്യൻകാളിയും നവോത്ഥാനകാല രചനകളും എന്നാണ്. അവിടെ മാത്രമേ എനിക്ക് എന്തെങ്കിലും പറയാനുള്ള ഒരു സ്പേസ് ഉള്ളൂ. നിസാർ സാറും നമ്മുടെ മോഡറേറ്റർ ക്രിസ്റ്റി സാറും ഒക്കെ ഇതിനെ വിശകലനം ചെയ്യാൻ ത്രാണിയുള്ള ആളുകളും ആ മേഖലയിൽ ശ്രദ്ധിക്കുന്ന ആളുകളുമാണ്. ഞാൻ അങ്ങനെ ഒരു നിരൂപണത്തിൻ്റെ മേഖലയിലേക്ക് കടക്കുന്ന ആളല്ല. എൻ്റെ പ്രധാന ഫോക്കസ് എന്താണോ ചരിത്രത്തിൽ മറിഞ്ഞു കിടന്നത് അത് വെളിക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ഗവേഷകൻ മുഴുവനായിട്ട്. അപ്പോൾ എനിക്ക് പറയാൻ കഴിയുന്നത് ആ മേഖലയിൽ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചാണ്. മറ്റു കാര്യങ്ങൾ അതിൻ്റെ വിശകലനത്തിലേക്ക് കടക്കാൻ പറ്റായികയല്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ അടിയന്തരമായിട്ട് ആളുകളുടെ മുന്നിൽ, വായനക്കാരുടെ മുന്നിൽ അറിയിക്കേണ്ട ഒരു ദൗത്യം, അതിൻ്റെ ഒരു ചെറിയ പങ്ക് നിർവഹിച്ച ആളെന്നുള്ള നിലയ്ക്ക് എനിക്ക് അത് പറയാനാണ് താല്പര്യം. കാരണം നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നതിന് ആധാരമായിട്ടുള്ള മഹാവീരൻ അയ്യൻകാളിയെക്കുറിച്ച് കഴിഞ്ഞ ഒരു 30 കൊല്ലമായി അന്വേഷിച്ചു പഠിക്കുന്ന ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് ഈ മുഹൂർത്തം എനിക്ക് വലിയ ആഹ്ലാദത്തിൻ്റെതാണ്. ഈ 30 കൊല്ലത്തെയും അന്വേഷണത്തിൻ്റെ, അലച്ചിലിൻ്റെ, ഗവേഷണത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഫലം വന്നത് ഈ കഴിഞ്ഞ ആഴ്ചയിലാണ്. അതിനെ ഒരു എൻസൈക്ലോപീഡിയയുടെ ആദ്യപടി എന്നൊക്കെ വിശേഷിപ്പിക്കാൻ എൻ്റെ മനസ്സിന് വെമ്പൽ കൊള്ളുന്നുണ്ട്. അത് ഈ 30 കൊല്ലം ഇതിനോടൊപ്പം അലഞ്ഞതിൻ്റെ തീവ്രത കൊണ്ടാണ്. 1000-ഓളം പേജ് വരുന്നൊരു പുസ്തകം ഇപ്പോൾ DC ബുക്സിൻ്റെ ആയി പുറത്തുണ്ട്. അത് 2 ആഴ്ചയ്ക്കുള്ളിലാണ് വന്നത്. അയ്യൻകാളി പ്രസ്ഥാനം രേഖകളിലൂടെ. ഇതൊരു ഒഴിവ് നികത്തലാണ്. നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഒരു 40-45 കൊല്ലം മുൻപേ പുസ്തക വായനയിലൂടെ അറിഞ്ഞ ഒരു മഹാനാണ് അയ്യൻകാളി. 80കളുടെ തുടക്കത്തിലാണ് അയ്യൻകാളിയെക്കുറിച്ചുള്ള ആദ്യ പുസ്തകം വരുന്നത്. ഇപ്പോൾ 45ഓളം കൊല്ലത്തിനുള്ളിൽ വേണമെങ്കിൽ ഒരു 25ഓളം പുസ്തകങ്ങളെങ്കിലും കോപ്പി ചെയ്തു എന്ന് പറയാവുന്ന തരത്തിലുള്ള പുസ്തകങ്ങൾ നമുക്ക് മുന്നിലുണ്ട്.
ഒന്നിനോ നേരത്തെ സാറ് സൂചിപ്പിച്ച പോലെ ഒന്നിൻ്റെ പകർപ്പോ മറ്റോ ആയി ഉള്ള പുസ്തകങ്ങൾ എനിക്കും നിങ്ങൾക്കൊക്കെ പരിചയമുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മാറി നടക്കേണ്ട ഒരു ദൗത്യം എനിക്കുണ്ട്. കാരണം ഞാനൊരു ഗവേഷകനാണ്, അന്വേഷകനാണ്. ആ ദൗത്യം ഞാൻ നിർവഹിച്ചിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത്, വളരെ അഭിമാനത്തോടെ. പക്ഷെ അത് വളരെ വലിയൊരു സൃഷ്ടിയാണെന്നോ രചനയാണെന്നോ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇനിയും തൊട്ടു പുറകെ വരുന്ന ആളുകൾക്ക് അത് പൂരിപ്പിക്കാൻ കഴിയും. എനിക്ക് പറയാനുള്ളൊരു കാര്യം ഒന്നല്ല, ഒട്ടേറെയുണ്ട്. പക്ഷെ അതിനുള്ള സമയം നമുക്കിവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല. എത്ര വട്ടം പറഞ്ഞാലും മതിയാവാത്ത അത്രയും കഴിഞ്ഞ 30 കൊല്ലം കൊണ്ട് അന്വേഷിച്ച് അറിഞ്ഞ് പഠിച്ച ഒരാൾക്ക് കുറഞ്ഞൊരു സമയത്തിനുള്ളിൽ അയ്യൻകാളിയുടെ ആ പ്രസ്ഥാന ചരിത്രം പറഞ്ഞൊപ്പിക്കാനാവില്ല. അതുകൊണ്ടൊരു ചിട്ടയായിട്ടുള്ള ഒരു പ്രഭാഷണത്തിൻ്റെ രീതി ഇതിനകത്തുണ്ടാവില്ല. അവിടെ നിന്നും ഇവിടെ നിന്നും നുറുങ്ങുകളായി ചിലത് പറയാൻ മാത്രമേ ഈ സമയം അനുവദിക്കുന്നുള്ളൂ. എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്, ഈ വിശകലനത്തിലേക്കല്ല ഞാൻ കടക്കുന്നത് എന്ന് ആദ്യം ഒന്നുകൂടി പറയട്ടെ. അയ്യൻകാളി പ്രസ്ഥാനം എന്തായിരുന്നു എന്ന് നമ്മുടെ പൊതുജനങ്ങളുടെ, വായനക്കാരുടെ മുന്നിൽ വലിയ തോതിൽ അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ 80കളുടെ തുടക്കത്തിൽ വന്ന ഒരു പുസ്തകം, തൊട്ടടുത്ത് സമാന സ്വഭാവമുള്ള മറ്റൊരു പുസ്തകം, ഇതിൻ്റെ കോപ്പികളായി വന്ന 25ഓളം പുസ്തകങ്ങൾ, മറ്റു പുസ്തകങ്ങൾ, ഇതിൽ നിന്നാണ് നമ്മൾ അയ്യൻകാളിയെക്കുറിച്ച് അറിയുന്നത്. അതിൽ നിന്ന് അറിഞ്ഞ അയ്യൻകാളിക്ക് കുറവൊന്നുമില്ല, അത് ഞാനും സമ്മതിക്കുന്നു. പക്ഷെ അത് മാത്രമല്ലല്ലോ അയ്യൻകാളി പ്രസ്ഥാനം. എത്രയോ കാര്യങ്ങൾ പുറത്ത് ജനങ്ങൾ നേരത്തെ തന്നെ അറിയേണ്ടിയിരുന്ന കാര്യങ്ങൾ വന്നിട്ടില്ല പല കാരണങ്ങളാൽ. അന്വേഷണം, അതിൻ്റെ മുഷിച്ചിൽ ഒക്കെ സഹിക്കാൻ വേണ്ട ത്രാണിയില്ലായ്മ കൊണ്ട് എഴുത്തുകാർ വളരെ ലളിതമായി പുസ്തകങ്ങൾ എഴുതി നമ്മളെ തൃപ്തിപ്പെടുത്തുകയായിരുന്നു. അങ്ങനെ തൃപ്തിപ്പെടുത്തേണ്ട തരം ഒരാളല്ല, ഒരു പ്രസ്ഥാനമല്ല അയ്യൻകാളി എന്ന് ആണ് എനിക്ക് ആദ്യമായും അവസാനമായും പറയാനുള്ളത്. ആ കുറവ് നികത്താൻ ചെറിയ അളവിൽ ഒരു അന്വേഷണം നടത്തിയ ആളെന്നുള്ള നിലയ്ക്ക് ആദ്യമായി പറയേണ്ട ഒരു കാര്യം, അയ്യൻകാളിയെ ആദരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ച ഇവിടെ നടത്തുന്നത്. അദ്ദേഹത്തിന് ജന്മം നൽകിയ കുടുംബത്തെയും നമുക്ക് ആദരവുണ്ട്. പക്ഷെ ആ കുടുംബത്തെ അപമാനിക്കുന്ന തരത്തിലാണ് കഴിഞ്ഞ 4-4.5 പതിറ്റാണ്ട് നമുക്ക് മുന്നിലൂടെ കടന്നുപോയത്. ഇതെന്തുകൊണ്ട് എന്നത് വിശദീകരിക്കാനുള്ള സമയം എനിക്കില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് ദയയുണ്ടെങ്കിൽ എൻ്റെ പുസ്തകം വായിക്കണമെന്ന് അപേക്ഷിക്കാനേ കഴിയൂ. ചുരുക്കി ഞാൻ പറയാം, അയ്യൻകാളിയുടെ കുറിച്ചുള്ള വിവരങ്ങൾ, ആ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഞാനടങ്ങുന്ന എഴുത്തുകാർക്ക് മുന്നിലേക്ക് വരുന്നത് നേരത്തെ സൂചിപ്പിച്ച പുസ്തകങ്ങളിൽ കൂടിയല്ല. അത് ആ കുടുംബം, അയ്യൻകാളിയുടെ സ്വന്തം കുടുംബത്തിലെ 4 എഴുത്തുകാർ കഠിനാധ്വാനം ചെയ്ത് എഴുതി ജനങ്ങൾക്ക് മുന്നിലേക്ക് കൊടുത്ത വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വന്ന പുസ്തകങ്ങളാണ്. പുസ്തകങ്ങൾ നമുക്ക് മുന്നിലേക്ക് വന്നപ്പോൾ ആ കുടുംബാംഗങ്ങളും ത്യാഗം സഹിച്ച്, കഷ്ടപ്പാട് സഹിച്ച് അതെഴുതിയ ആ കുടുംബാംഗങ്ങളായിട്ടുള്ള എഴുത്തുകാർ നമുക്ക് മുന്നിലില്ല. അതൊരു കടുത്ത അനീതിയാണ്. ഈ പുസ്തകമല്ല, ഈ നമ്മളുടെ മുന്നിലുള്ള പുസ്തകങ്ങളല്ല. അയ്യൻകാളിയുടെ കുടുംബം വേണ്ടതിലേറെ ജാഗ്രതയോടെ അവരുടെ കഴിവനുസരിച്ച് അദ്ദേഹത്തെക്കുറിച്ചുള്ള ലേഖനങ്ങളും സോവനീറുകളുമായി നേരത്തെ തന്നെ ഉണ്ട് കേരളത്തിന് മുന്നിൽ. അതിൻ്റെ ഒരു സർക്കുലേഷൻ്റെ പരിമിതി വളരെ വലുതായിരുന്നുകൊണ്ട് നമ്മൾ അറിയുന്നില്ല. പക്ഷെ അവരെ ആദരിക്കണ്ടേ? മറ്റൊരു നവോത്ഥാന നായകനോ നായികയ്ക്കോ കിട്ടാത്ത ഭാഗ്യമാണ് ഈ മഹാന് കിട്ടിയത്. ഞാനിത് പറയുമ്പോൾ എൻ്റെ മുന്നിൽ കഴിഞ്ഞ വർഷം ഇവിടെ ഈ കോളേജിൽ നടന്ന ചർച്ചയ്ക്ക് വിഷയമായ ദാക്ഷായണി വേലായുധൻ ഉണ്ട് എൻ്റെ മുന്നിൽ. ദാക്ഷായണി വേലായുധൻ ഇന്ത്യയുടെ ഭരണഘടന എഴുതിയ സമിതിയിലെ 17 വനിതകളിൽ ഏക ദളിത് വനിതയാണ്. അക്കാലത്ത് ഇന്ത്യയെ ഇളക്കി മറിച്ച അഭിപ്രായങ്ങൾ പറയുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. അക്കാലം അവരുടേത് കൂടിയാണ്. പക്ഷെ ആ ആൾ എന്നെപ്പോലൊരു എഴുത്തുകാരൻ, ഒരു അന്വേഷകൻ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഇല്ല, ഞങ്ങൾക്കറിയില്ല എന്ന് പറയുന്നത് കേൾക്കേണ്ടി വന്ന ദുര്യോഗം എനിക്കുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഇത്ര ഇന്ത്യയോളം വളർന്ന ആ മഹതിക്ക് കിട്ടാതെ പോയ, അല്ലെങ്കിൽ അതേപോലുള്ള മഹത്തുക്കൾക്ക് കിട്ടാതെ പോയ മഹാഭാഗ്യമാണ് അയ്യൻകാളിക്ക് കിട്ടിയത്. അത് നമ്മളുടെയോ മറ്റു നാട്ടുകാരുടെയോ സൗമനസ്യം കൊണ്ടല്ല. ആ കുടുംബത്തിലെ അംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ അനുജനടക്കം, 2 ചെറുമക്കളടക്കം
മരുമകനടക്കം അങ്ങനെ 4 എഴുത്തുകാർ കഷ്ടപ്പെട്ടാണ് നമ്മളെ ഈ അയ്യൻകാളി എന്താണെന്ന് അറിയിച്ചത്. പക്ഷേ ഇതേവരെ അതേക്കുറിച്ച് ഈ കണ്ട പുസ്തകങ്ങളിൽ എവിടെയെങ്കിലും ഞാനോ നിങ്ങളോ വായിച്ചിരിക്കാനിടയില്ല. അങ്ങനെ ഒരു നന്ദികേട് മലയാളി സമൂഹം, കേരളം അയ്യൻകാളിയുടെ കുടുംബത്തോട് കാണിച്ചിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിത് സൂചിപ്പിച്ചത്. മറ്റ് ഈ നമ്മൾ കണ്ട് വായിച്ചു വന്ന പുസ്തകങ്ങളിലൂടെ അറിയേണ്ട തരം ചെറിയ ഒരു പ്രസ്ഥാനമോ ചെറിയ തരം ഒരാളോ അല്ല അത്. ഇനിയും എത്രയോ ഗവേഷകർ വന്ന് കണ്ടെടുക്കേണ്ട തരം ഒരുപാട് വിവരങ്ങൾ മറിഞ്ഞു കിടക്കുന്നൊരു പ്രസ്ഥാനമാണ് അയ്യൻകാളിയുടേതും വ്യക്തിയാണ് അയ്യൻകാളി എന്നതും. എന്നെപ്പോലുള്ള ചെറിയ ആളുകൾക്ക് കുറച്ച് കാര്യങ്ങൾ കണ്ടെടുക്കാൻ കഴിഞ്ഞു എന്ന് മാത്രം. ഇനി വരുന്ന തലമുറ കുറേ കൂടി മുന്നിലേക്ക് പോകേണ്ടതുണ്ട്. ആ വിനയത്തോടെയാണ് ഞാൻ ഈ പറയുന്ന വാക്കുകൾ. ഒരിക്കലും ഇതിൻ്റെ ഒരു അവസാന വാക്കോ ഒന്നും ആയിട്ട് എൻ്റെ പുസ്തകത്തെയോ എഴുത്തുകളെയോ കണക്കാക്കാൻ പാടില്ല. ഒരു ചെറിയ എഴുത്തുകാരന് കൊടുക്കാവുന്ന സംഭാവനയാണിത്. അതിൽ തന്നെ ഈ ചെറിയ എഴുത്തുകാരൻ തന്നെ കണ്ടെത്തിയത് എത്രയോ തെറ്റായ ആഖ്യാനങ്ങളാണ്. ഈ നേരത്തെ സൂചിപ്പിച്ച പുസ്തകത്തിൽ നിറയെ ഉണ്ടത്. 821 ആർക്കൈവൽ രേഖകൾ ഉൾപ്പെടുന്നതാണ് ആ പുസ്തകം. 944 പേജുകളാണ് അതിനുള്ളത്. 2 കൈകൊണ്ടും എനിക്ക് എഴുതാൻ കഴിയുമായിരുന്നെങ്കിൽ ഈ പുസ്തകം ഇതിനേക്കാൾ പല മടങ്ങ് വലുതായേനെ. അത് വേണ്ട, തൽക്കാലം ജീവിതത്തിൻ്റെ ഈ വയസ്സായ കാലത്ത് ഇത്രയെങ്കിലും പുറത്തു വരട്ടെ എന്ന് ഞാൻ ചുരുക്കിയതാണ്. പക്ഷെ ഞാനൊരു അന്വേഷണം തുടങ്ങുമ്പോൾ ഇങ്ങനെ അല്ലായിരുന്നു പ്രതികരണം. എന്നോട് സുഹൃത്തുക്കളും അഭ്യുദയാംക്ഷികളും പറഞ്ഞത് എന്തുണ്ട് അയ്യൻകാളിയെക്കുറിച്ച് രേഖാപരമായി എന്നാണ് ചോദിച്ചത്. എനിക്കൊരു ഉള്ളിൽ അതിനെക്കുറിച്ചൊരു ധാരണ ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ ആ തടസ്സത്തെ അംഗീകരിച്ച് അവിടെ തിരിച്ചു പോയില്ല. ഈ കഴിഞ്ഞ 23 കൊല്ലത്തെ ആർക്കൈവൽ സ്റ്റഡിയും 7 കൊല്ലത്തെ ഫീൽഡ് സ്റ്റഡിയും കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എത്ര വേണമെങ്കിലും ആ മൂവ്മെൻറ്റിനെക്കുറിച്ച് ഒറിജിനൽ രേഖകൾ കണ്ടെത്താൻ നമുക്ക് കഴിയും. പകർത്തിയെഴുത്തല്ല, ഒറിജിനലായ രേഖകൾ. അത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്നോ കയ്യിൽ നിന്നോ എടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചതല്ല. കേരള സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആർക്കൈവ്സിലെ ശേഖരവും തമിഴ്നാട് ആർക്കൈവ്സും മറ്റു സ്ഥലങ്ങളിലുള്ള ശേഖരങ്ങളും ഒക്കെ തരുന്നതാണിത്. ഞാനായിട്ട് സൂക്ഷിച്ചു വച്ചിരുന്നല്ല. ഇതിന് മുൻപേ വന്ന ആളുകൾക്ക് വേണമെങ്കിൽ കഴിയുമായിരുന്നു. പക്ഷെ നമ്മുടെ സ്വാഭാവികമായ അലസതയും ഇതിനിത്രയും മതി എന്ന എന്തിൻ്റെയോ പേരിലുള്ളൊരു തോന്നലും ഒക്കെയാണ് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. 2-3 ചെറിയ പിഴവുകൾ മാത്രമേ ചൂണ്ടിക്കാണിക്കാൻ എനിക്കിപ്പോൾ സമയമുള്ളൂ. അയ്യൻകാളി പ്രസ്ഥാനത്തെക്കുറിച്ച് ഏറ്റവും കാതലായ അറിവുകൾ ഇതിനു മുൻപുള്ള പുസ്തകങ്ങളിൽ വന്നില്ല എന്നത് ഞാൻ പറയുന്നത് രേഖകളുടെ തെളിവോടുകൂടിയാണ്. വാമൊഴിയായി 25 പേജുകളായിരിക്കാം കൂടിയാൽ എൻ്റെ ഈ പുസ്തകത്തിലുള്ളത്. ഈ 1000ഓളം പേജുള്ള പുസ്തകത്തിൽ വാമൊഴി എന്ന് തലക്കെട്ട് കൊടുത്തുകൊണ്ട് എഴുതിയിരിക്കുന്ന 25ഓളം പേജുകളിലുള്ള വിവരങ്ങളുണ്ടാകും. ബാക്കി മുഴുവനും ഒരു വാചകമെങ്കിലും ഒറിജിനൽ രേഖകളുടെ പിൻബലമില്ലാതെ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. പക്ഷേ എനിക്കും നിങ്ങൾക്കും വായിക്കാൻ കഴിഞ്ഞത് അങ്ങനെയല്ല. നമ്മുടെ മനസ്സിൽ എഴുതുന്ന ആളുടെ മനസ്സിൽ നിന്ന് എടുത്തെഴുതുന്നതാണ്. അതിനൊരു സോഴ്സ് ഒന്നും അയാൾക്ക് കാണിക്കണ്ട, അതൊന്നും നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ പുതിയ തെളിവുകൾ കയ്യിലേക്ക് വന്നപ്പോഴാണ് മനസ്സിലാകുന്നത് ഇതെല്ലാം തന്നെ, എല്ലാം ഞാൻ പറയുന്നില്ല എങ്കിലും വലിയൊരു സംഖ്യ വിവരണങ്ങൾ, ആഖ്യാനങ്ങൾ ഒരടിസ്ഥാനവുമില്ലാത്തതായിരുന്നു. എന്ന് വെച്ച് അയ്യൻകാളി എന്ന ആ വലിയ ബിംബം തകർന്നു പോകുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലല്ല ഞാനീ പറയുന്നത്. പക്ഷെ ഒരുപാട് കെടുതികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വിപ്ലവകാരിയുടെ ഉയർച്ച, തലപ്പൊക്കം വേണ്ടത്ര അളവിൽ നമ്മളിലേക്ക് എത്താതെ പോയിട്ടുണ്ട്. ഈ കപട ആഖ്യാനങ്ങൾ അല്ലെങ്കിൽ മനഃപൂർവ്വമല്ലെങ്കിലും വ്യാജ ആഖ്യാനങ്ങൾ വഴി. അങ്ങനെയല്ല, അങ്ങനെയുള്ള ഒരു നായകനല്ലായിരുന്നു അയ്യൻകാളി എന്ന് ഈ രേഖകൾ നമ്മളോട് പറയുന്നുണ്ട്. തമാശ കലർന്ന 1-2 കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കട്ടെ. അയ്യൻകാളി നയിച്ച അല്ലെങ്കിൽ അയ്യൻകാളിയുടെ കീഴിലുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ നയിച്ച പ്രക്ഷോഭണങ്ങൾ അത് പിന്നീട് ലഹളകളായി മാറുന്നു. അങ്ങനെയുള്ള ലഹളകളിൽ അല്ലെങ്കിൽ കലാപങ്ങളിൽ ഒന്നാണ് പെരുന്നാട് കലാപം. ഈ പെരുന്നാട് കലാപത്തെക്കുറിച്ച് നമ്മൾ ഈ വായിക്കുന്ന 45ഓളം കൊല്ലം നമ്മൾ വായിച്ചതിൽ പലതും തമാശയാണ്.
കാരണം അതൊക്കെ ഈ ചെല്ലുന്ന ആൾക്ക് ഈ ആളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. പോയ ആരായാലും അന്വേഷകൻ ആദ്യമായി കിട്ടുന്ന വിവരങ്ങളെ അയാൾക്ക് എഴുതാൻ കഴിയൂ, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അതൊക്കെ തമാശ കലർന്ന കോമിക്സായിട്ട് മാറുന്നു. ഈ പെരുന്നാട് കലാപത്തിൽ ഒരു 2-3 കാര്യങ്ങളെ സൂചിപ്പിക്കാം. പെരുന്നാട് കലാപത്തിൽ നിങ്ങളുമൊക്കെ വായിച്ച് എല്ലാവരും വായിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ അതിലുണ്ട്. പെരുന്നാട് കലാപം കഴിഞ്ഞ് കൊല്ലത്തിൻ്റെ ഒരു സബർബൻ ഗ്രാമമാണ് ഈ പെരുന്നാട്, അറിയാം. ഒരു സമാധാന സമ്മേളനം ചേരാനായി അയ്യൻകാളിക്ക് കൊല്ലം പട്ടണത്തിൽ ഒരു സ്ഥലവും കിട്ടുന്നില്ല. കാരണം അന്നത്തെ സംഘർഷ സാധ്യത വെച്ചിട്ട് ആരും കൊടുക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മലബാറിൽ നിന്ന് അവിടെ എത്തിയ ഒരു ചെറുമി, ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു ലേഡി, അവർ നടത്തുന്ന ഒരു സർക്കസ് കൂടാരമുണ്ട്, സർക്കസ് നടത്തുന്നു. അപ്പോൾ അവർ അയ്യൻകാളിയുടെ ആരാധികയാണ്. അവർ അയ്യൻകാളിയോട് പറയുന്നു, എൻ്റെ ടെൻറ്റിനകത്ത് നിങ്ങൾക്ക് ഈ സമ്മേളനം നടത്താം. അങ്ങനെ അദ്ദേഹം ആ സമ്മേളനം ടെൻറ്റിനകത്ത് നടത്തി എന്നാണ് ഞാനും നിങ്ങളും വായിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ എന്താ കാണുന്നത്? പല തമാശകൾ അതിലുണ്ട്. ആദ്യത്തെ തമാശ, ഈ സ്ത്രീ മലബാറുകാരിയല്ല. മറ്റൊന്ന്, ഈ സ്ത്രീ ദളിതല്ല. ഇനിയൊന്ന്, അവരുടെ സർക്കസ് ജിംനാസ്റ്റിക് പ്രകടനങ്ങളാണ്, സർക്കസല്ല. അത് നടക്കുന്നത് ഈ സമാധാന സമ്മേളനം കഴിഞ്ഞ് വീണ്ടും 6 മാസം കഴിയുമ്പോഴാണ്. അതായത് നമ്മൾ വായിച്ചിട്ടുള്ള ആഖ്യാനങ്ങളുടെ പാടെ അടിത്തറയില്ല എന്ന് നമ്മളറിയുന്നത് ഇതിൻ്റെ രേഖകളോടും അഭിമുഖം നിൽക്കുമ്പോഴാണ്. ഇവർ ഒരു ദളിതല്ല, രാജസ്ഥാനിൽ നിന്ന് വന്ന ക്ഷത്രിയ കുലത്തിൽപ്പെട്ട വളരെ ഉയർന്ന, അന്നത്തെ നിലയ്ക്കുള്ള ജാതി ശ്രേണിയിൽ ഉയർന്ന ക്ഷത്രിയ കുലത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് അവർ. അവർക്ക് അയ്യൻകാളിയോട് ആരാധന ഉണ്ടായിരുന്നോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഈ പറഞ്ഞ തരത്തിലൊന്നുമല്ല. അവരെ ടെൻറ്റിനകത്തല്ല, പത്രപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തൊരു സംഭവമാണിത്. 4 പത്രങ്ങളെങ്കിലും അക്കാലത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവരാരും കാണുന്നില്ല ടെൻറ്റിനകത്ത് ഒരു സമാധാന സമ്മേളനം. പക്ഷേ എഴുതി വന്ന പുസ്തകം എഴുത്തുകാർക്ക് അതാണ് പറയാൻ കഴിഞ്ഞത്. അവരോട് ആരെങ്കിലും അങ്ങനെ പറഞ്ഞിരിക്കാം. പക്ഷെ നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ കാണുന്ന ഈ സ്ത്രീ, താരാഭായി എന്ന ആ സ്ത്രീ, അവർ മലയാളി പത്രവായനക്കാർക്ക് പോപ്പുലറാണ്. അതിന് മുൻപും പിന്നീടും അവരുടെ ഓരോ എക്സിബിഷനും വരുമ്പോൾ പത്രങ്ങളിൽ വാർത്ത വരുന്നുണ്ട്, താരാഭായിയുടെ എക്സിബിഷൻ ഇന്ന സ്ഥലത്ത്, കോട്ടയത്ത്, ബാംഗ്ലൂർ, മദ്രാസ് എന്നൊക്കെ പറയും. അത്രമാത്രം മലയാള പത്രങ്ങളിലെ വായനക്കാർക്ക് പരിചിതയായിട്ടുള്ള ഒരു സ്ത്രീയാണ് അവർ. പുതിയതായിട്ട് ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാർ കണ്ടെത്തിയല്ല. അപ്പോൾ ഇവരാരാണെന്ന് അറിയാൻ വേണ്ട വിശദമായ ഇൻ്റർവ്യൂ വരെ മലയാള പത്രങ്ങളിലുണ്ട്. ആ സമയത്ത് കൊല്ലത്ത് നടക്കുന്ന SNDP ഒരു സമ്മേളനത്തിൽ ഇവരൊരു സംഭാവന ചെയ്യുന്നുണ്ട്. ആ വിഭാഗത്തിലുള്ള ആളുകൾക്ക് അവരുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു സ്കോളർഷിപ്പ് ഈ സ്ത്രീയാണ് കൊടുക്കുന്നത്. അതിനുള്ള പൈസ തിരിച്ച് SNDPയുടെ നായകർ ഇവർക്കൊരു മെഡൽ സമ്മാനിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ പത്രങ്ങളിലുള്ളതാണ്. ഇവർക്ക് ഈ സമ്മേളനം നടത്തിപ്പുമായിട്ടൊരു ബന്ധവും പ്രത്യേകിച്ചില്ല. ഇതാണ് ഇതിൻ്റെ വാസ്തവം. ഇതുപോലെ തന്നെയാണ് ഈ പെരുന്നാട് കലാപത്തിന് പ്രതികളാക്കപ്പെട്ട കുറ്റവാളികളായിട്ടാക്കപ്പെട്ട പുലയർക്ക് കേസ് വാദിക്കാൻ കാശില്ല, സാധ്യതയില്ല, സാഹചര്യമില്ല. അപ്പോൾ കൊല്ലം പട്ടണത്തിലെ ഒരു ക്രിസ്ത്യൻ അഭിഭാഷകൻ, വക്കീൽ മുന്നോട്ട് വന്നിട്ട് പറയുന്നു, നിങ്ങളുടെ കേസ് ഞാൻ വാദിച്ചു തരാം. എൻ്റെ ഒരു കുളം കൊല്ലം പട്ടണത്തിലുണ്ട്, ആ കുളം വെളുപ്പിച്ച് തന്നാൽ മതി, ഞാൻ കേസ് വാദിച്ചോളാം എന്നാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഓഫർ അനുസരിച്ച് പുലയർ കുളം വെളുപ്പിച്ച് കൊടുക്കുന്നു. അദ്ദേഹം കേസ് വാദിച്ചു ജയിക്കുന്നു. ഇതാണ് നമ്മളെ ഈ ആളുകൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരുന്നത്. പക്ഷെ നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, കൊല്ലത്തിൻ്റെ പ്രജാസഭാ പ്രതിനിധി പ്രജാസഭയിൽ ആവശ്യപ്പെടുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ സർക്കാരിനോട്, ഈ കുളം വേണ്ടത്ര മെയിൻ്റനൻസ് നടത്തിയിട്ട് കാലം കുറയായി, സർക്കാർ പെട്ടെന്ന് തന്നെ അത് ചെയ്യണം. അതായത് പൊതു കുളമാണ്, സർക്കാരിന് അധീനപ്പെട്ട കുളമാണ്, അതൊരു വക്കീലിൻ്റെ കുളമല്ല. പക്ഷെ നമ്മൾ കാണുന്ന എന്താ, ഒരു വക്കീലിൻ്റെ കുളം, വക്കീലിന് വേണ്ടി പുലയർ കുളം വെട്ടിക്കൊടുക്കുന്നു, ഇങ്ങനെയൊക്കെയാണ്. ഈ തമാശ കുറേ കൂടി നീണ്ട് കഴിഞ്ഞ ഒരു മാസം മുൻപ് ഈ തമാശയുടെ പാരമ്യം ഞാൻ അറിഞ്ഞു. ഈ വക്കീലിൻ്റെ കുടുംബക്കാർ ഈ അടുത്ത്, അവർ പിന്നീട് കുന്നംകുളത്തേക്ക് താമസം മാറ്റിയൊരു കുടുംബമാണ്. അവർ ഈ വക്കീലിനെയും ആ കുടുംബത്തെയും കുറിച്ച് വലിയൊരു പുസ്തകം തന്നെ പുറത്തിറക്കിയിരിക്കുന്നു. ആ പുസ്തകത്തിൽ നേരത്തെ നമ്മൾ കണ്ട അതിശയോക്തിപരമായ ആഖ്യാനങ്ങളുടെ പാരമ്യമാണ് അതിൽ കാണുന്നത്.
ഈ പുലയരെ ഇവർ സെർവ് ചെയ്തത് മറ്റു കാര്യങ്ങളൊക്കെ. ഇത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് അടുത്ത ജനറേഷനിൽ ഈ വക്കീലിൻ്റെ കുടുംബം ഒരു സോവനീറോ പുസ്തകമോ ഇറക്കുകയാണെങ്കിൽ ഈ പുലയർക്ക് വലിയ തരത്തിലുള്ളൊരു സദ്യ കൊടുത്തുന്നോ ഇവർക്കൊക്കെ വീട് വെച്ച് കൊടുത്തുന്നോ ഒക്കെയുള്ള ആഖ്യാനങ്ങൾ അതിൽ വരാം. ഒരു ചരിത്രപരമായ ഒരു തെറ്റായ ആഖ്യാനം എങ്ങനെയൊക്കെ എത്തുമെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണിത്. ഇനി മറ്റൊന്ന്, നേരത്തെ പറഞ്ഞ പെരുന്നാട് കലാപത്തിൻ്റെ സമാധാന സമ്മേളനം ചേരാൻ അയ്യൻകാളിയെ സർക്കാർ അനുവദിക്കുന്നില്ല. അപ്പോൾ അവിടെ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു ദലിതായിട്ടുള്ള സർക്കിൾ ഇൻസ്പെക്ടറുണ്ട്. അദ്ദേഹം സർക്കാരിനോട് പറഞ്ഞു, ഞാൻ ജാമ്യം നിൽക്കാം, ഒരു കുഴപ്പവും കൂടാതെ സമ്മേളനം നടത്താം. അങ്ങനെയാണ് സമ്മേളനം നടത്തി എന്നാണ് ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അവിടെയും നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഈ സർക്കിൾ ഇൻസ്പെക്ടർ അവിടെ ചാർജ് എടുക്കുന്നത് വീണ്ടും 6 മാസം കഴിഞ്ഞിട്ടാണ്. ഇനി ഇതിലൂടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? 3-4 കൊല്ലം പ്രജാസഭയിൽ എണ്ണപ്പെട്ട ഒരു ദളിത് പ്രതിനിധിയായി സർക്കാരിൻ്റെ ബഹുമാനം പിടിച്ചു പറ്റിയ ഒരു ജനനായകന് ഈ വക കാര്യങ്ങൾ സ്വന്തമായി ചെയ്യാൻ ത്രാണിയില്ല എന്നാണ് ഇതിലൂടെ നമ്മളെ പുസ്തകം എഴുത്തുകാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇത് തന്നെയാണ് അയ്യൻകാളിയുടെ നേതൃത്വത്തിൽ നടന്ന കലാപങ്ങൾ അല്ലെങ്കിൽ മറ്റ് ഏറ്റുമുട്ടലുകളെക്കുറിച്ചുള്ള മിക്കവാറും ആഖ്യാനങ്ങൾ എങ്ങനെയാണ്. ഇനി ഒരു കാര്യം പറയാം, നമ്മളിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ്. അയ്യൻകാളിയെ അറിയുന്ന ഒരു വിദ്യാഭ്യാസ അവകാശത്തിന് പോരാടിയ ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ്. അയ്യൻകാളിയുടെ ചരിത്രത്തിൽ ജീവിതത്തിൽ ഏറ്റവും വലിയ വിദ്യാഭ്യാസ പ്രക്ഷോഭണം, ഏറ്റവും വ്യാപകമായത്, ആദ്യത്തേതല്ല, അത് നെയ്യാറ്റിൻകര താലൂക്കിലെ ഊരൂട്ടമ്പലം സ്കൂളിൽ, നിങ്ങൾക്കറിയാം പഞ്ചമി എന്ന പെൺകുട്ടിയുടെ പേരൊക്കെ, ആ കുട്ടി അടങ്ങുന്ന ആളുകൾക്ക് പ്രവേശനം വേണമെന്ന് പറഞ്ഞ് ചെന്നപ്പോൾ മേൽജാതിക്കാർ, അതിന് സവർണർ എന്ന് പറയാൻ ഞാൻ തയ്യാറല്ല, മേൽജാതി എന്നേ പറയുന്നുള്ളൂ, പുലയരുടെ മുകളിലുള്ള എല്ലാവരും മേൽജാതിക്കാരാണ്. അത് ഈഴവരുണ്ട്, നായന്മാരുണ്ട്, മറ്റാളുകളൊക്കെ. ഈഴവരുടെ പേര് പറയുമ്പോൾ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ ഈ സ്കൂളിൽ നടന്ന ഈ കലാപം, മേൽജാതിക്കാർ ദളിതരോട് ചെയ്ത ഈ അക്രമങ്ങൾ, അതിൻ്റെ ഒരു കോടതി രേഖകളോ ഒന്നും നമ്മൾ ഇതേവരെ പുസ്തകങ്ങളിൽ വായിച്ചിട്ടില്ല. ഈ പുസ്തകത്തിൽ 25 കോടതി രേഖകളുടെ ഫുൾ ടെക്സ്റ്റ് ഉണ്ട് അതിനകത്ത്, ജഡ്ജ്മെൻറ്റിൻ്റെ. നമ്മൾ ഇതേവരെ അറിഞ്ഞ ഉരുട്ടമ്പലം കലാപത്തിൻ്റെ ഭീകരാവസ്ഥ എന്താണെന്ന് നമ്മൾ ആദ്യമായി കാണുകയാണ്. 1-2 വാചകങ്ങളിൽ, അല്ലെങ്കിൽ കടന്നാൽ 4-5 വാചകങ്ങളിൽ മാത്രം നമ്മൾ പരിചയപ്പെട്ട ആ കലാപം ഒരു നാടിൻ്റെ ഒരു താലൂക്കും കടന്ന് തിരുവിതാംകൂറിൻ്റെ മൊത്തത്തിലുള്ള ഒരു വലിയ കലാപമായി പടർന്നു, ഒട്ടേറെ ജനങ്ങളെ പീഡിപ്പിച്ചു, ദ്രോഹിച്ചു. ഇതൊക്കെയാണ് ഈ കോടതി രേഖകളിൽ നിന്ന് നമ്മൾ അറിയുന്നത്. പലതും ഞാൻ പറഞ്ഞു വരുന്നത് ഈ അയ്യൻകാളി പ്രസ്ഥാനത്തിൻ്റെ ഒരു ചെറിയ അളവ് ചിത്രം മാത്രമാണ് എനിക്കും നിങ്ങൾക്കും ഇതുവരെ കാണാൻ കഴിഞ്ഞത്. അതുമാത്രമല്ല, ചർച്ചയിൽ, സംവാദത്തിൽ അല്ലെങ്കിൽ തർക്കത്തിലൊക്കെ ഇടപെടുന്ന മറ്റ് തലക്കെട്ടുകളും ഇതിൻ്റെ കൂടെയുണ്ട്. അയ്യൻകാളി നടത്തിയ കാർഷിക കലാപത്തെക്കുറിച്ച് അത് തോന്നിയതുപോലെ ഒരാൾക്ക് എഴുതാം എന്നതാണ് കേരളത്തിൻ്റെ അവസ്ഥ. 1 വർഷം കലാപം നടത്തി എന്നോ ഒക്കെ നമുക്ക് ആർക്ക് വേണമെങ്കിലും എഴുതി ഫലിപ്പിക്കാം. അതിലൊരു വസ്തുത എന്താണെന്ന് അറിയണ്ട, ഏത് കാലത്ത് അത് നടന്നു എന്നറിയണ്ട. നമ്മുടെ മുന്നിലുള്ളത് അയ്യൻകാളി നേരിട്ട് പറഞ്ഞ ഒരു വാചകമാണ്. അത് പെരുന്നാട് കലാപത്തിൻ്റെ സമാധാന സമ്മേളനത്തോട് ചേർന്ന യോഗത്തിൽ അദ്ദേഹം പറയുന്ന ഒരു വാചകം നമുക്ക് മുന്നിലുണ്ട്. ആ വാചകമാണ് ഒരു കാർഷിക പണിമുടക്ക് നടന്നു എന്നതിൻ്റെ പ്രൈമറി സോഴ്സ് അതാണ്. അത് മാത്രമേ ഉള്ളൂ നമുക്ക് മുന്നിൽ. ബാക്കിയൊക്കെ ഭാവനാടി അധിഷ്ഠിതമായി എഴുതി ഫലിപ്പിച്ചതാണ്, അല്ലെങ്കിൽ നമ്മളത് എഴുതി ഇത് വിശ്വസിച്ചതാണ്. പക്ഷെ അങ്ങനെയല്ല ആ കാർഷിക പണിമുടക്ക്, അതിൻ്റെ നടത്തിപ്പ്, അതിൻ്റെ അവസാനമൊക്കെ. ഇനിയും അതിൻ്റെ പല കാര്യങ്ങളിലേക്കും നമ്മുടെ ഗവേഷകർ എത്തേണ്ടതുണ്ട്. ഞാനിത് പറഞ്ഞു വരുന്നത്, ഇതൊന്നും ഇങ്ങനെയുള്ള അന്വേഷണങ്ങൾക്ക് വേണ്ട ഗൗരവമുള്ള ഒരു പ്രസ്ഥാനമാണ് അയ്യങ്കാളിയുടേത് എന്ന് ഇതുവരെ നമുക്ക് തോന്നിയിട്ടില്ല. എൻ്റെ കൂടി ചെറിയ ഒരു ശ്രമഫലമായി കേരളത്തിലൊരു യൂണിവേഴ്സിറ്റിയിൽ ഒരു അയ്യൻകാളി ചെയർ വന്നു. അയ്യൻകാളി കുടുംബത്തിലെ എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളോട് ഞാനും കൂടി സമ്മർദ്ദം ചെലുത്തി അവർ വെച്ച നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ ഒരു അയ്യൻകാളി ചെയർ വരുന്നത്. അതടക്കം 5 യൂണിവേഴ്സിറ്റികളിൽ ചെയറോ സെൻറ്ററോ ഉണ്ട് അയ്യൻകാളിയുടെ പേരിൽ.
ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, അത്രയെങ്കിലും അക്ഷരം നേരെ ചൊവ്വേ പഠിക്കാൻ അവസരമില്ലാതെ പോയ ഒരാളുടെ പേരിൽ ഏറ്റവും ഉന്നതമായ യൂണിവേഴ്സിറ്റികളിൽ ഒരു പഠന ചെയറുകൾ ഉണ്ട് എന്നതിനേക്കാൾ വലുതായിട്ട് അതൊരു ഒട്ടും ചെറുതല്ല, അത് വളരെ വലുതാണ്. വായിക്കാൻ പോലും അറിയില്ല എന്ന് നമ്മൾ അറിഞ്ഞിട്ടുള്ള അയ്യൻകാളിയുടെ പേരിൽ ഏറ്റവും ഉന്നതമായ യൂണിവേഴ്സിറ്റികളിൽ ചെയർ വന്നു എന്നുള്ളതിൻ്റെ വില ഞാൻ ചെറുതായിട്ട് കാണുന്നതല്ല. ഒരെണ്ണത്തിൽ അത് വരാനുള്ള ഒരു ശ്രമത്തിൽ ഒരു ചെറുതായി പങ്കെടുക്കാൻ കഴിഞ്ഞ ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാനതിനെ ഇകഴ്ത്തുന്നില്ല. പക്ഷെ ഒരു കാര്യം എൻ്റെ സംശയമുള്ളത്, നമ്മുടെ നാട്ടിലുള്ള ക്ലബ്ബുകൾ, സാംസ്കാരിക സ്ഥാപനങ്ങളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. വാർഷികമായിട്ട് നമ്മളൊരു സമ്മേളനം നടത്തും, പ്രമുഖരെ നമ്മൾ വിളിച്ച് നമ്മൾ കൊടുക്കുന്ന ചോയ്സ് അനുസരിച്ചുള്ള വിഷയങ്ങൾ സംസാരിപ്പിക്കാം. ഇതൊക്കെ നാട്ടിൽ നടക്കുന്നതാണ്, കേരളത്തിൽ വിശേഷിച്ചും. പക്ഷെ ഒരു ചെയറിനും ഒരു പഠന കേന്ദ്രത്തിനും ഇതാണോ ദൗത്യം? എനിക്കറിയില്ലത്. ഞാൻ ഈ ഒരു നിർദ്ദേശം അയ്യൻകാളി കുടുംബത്തിലെ അംഗങ്ങളോട് വയ്ക്കുമ്പോൾ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് അവർക്ക്. ഇത് ഒരു ഗവേഷണ പഠന ചെയറാവണം. കാരണം എന്നെപ്പോലുള്ള ചെറിയ അന്വേഷകർക്ക് കിട്ടാത്ത ഒരുപാട് രേഖകൾ അയ്യങ്കാളി പ്രസ്ഥാനത്തെക്കുറിച്ച് കണ്ടെടുക്കാനുണ്ട്. ഈ ചെയറിന് ആ ഒരു ദൗത്യം നിർവഹിക്കാൻ കഴിയണം. പക്ഷേ ഈ കാലം മുഴുവൻ 2 പതിറ്റാണ്ടോളമെങ്കിലുമായി കേരള യൂണിവേഴ്സിറ്റിയിൽ ആ ചെയർ വന്നിട്ട് ഈ കാലം അവരൊക്കെ നല്ല രീതിയിൽ ശ്രമിക്കുന്ന ആളുകളാണ്. ആ ചെയർ വളരെ അഭിമാനകരമാണ് നമുക്ക്, ഇതിലൊന്നും എനിക്ക് തർക്കമില്ല. പക്ഷെ നമുക്ക് വേണ്ടതെന്താ? ഈ മൂവ്മെൻറ്റ് കേരളത്തിൻ്റെ നവോത്ഥാനകാല മൂവ്മെൻറ്റിൻ്റെ ഏറ്റവും മുകൾ തട്ടിലുള്ള ഒന്നാണത്. അത് അയ്യൻകാളിയോടുള്ള ആദരത്തിൻ്റെ പാരമ്യം കൊണ്ട് പറയുന്നതല്ല, വസ്തുനിഷ്ഠമായി ആ മൂവ്മെൻറ്റാണ് കേരളത്തിൻ്റെ പൗരാവകാശങ്ങളെ നേടിത്തന്നത്. എല്ലാവരുടെയും പൗരാവകാശങ്ങൾ, അത് ദളിതരുടെ മാത്രമല്ല. അങ്ങനെ ഒരു പൗരാവകാശ പ്രക്ഷോഭണത്തിൻ്റെ ഒരു സെക്കൻഡ്, ഞാനത് ചുരുക്കുന്നു. ഇനി സമയം കിട്ടുകയാണെങ്കിൽ ഞാനത് കൂടുതൽ വിശദീകരിച്ചോളാം. താങ്ക് യു. രണ്ട് വ്യത്യസ്ത ആശയങ്ങളിലേക്കും പോകാവുന്ന രീതിയിലാണ് നമ്മുടെ ചർച്ച തുടങ്ങി വെച്ചത്. പ്രിയപ്പെട്ട നിസാർ മാഷും അതേപോലെ തന്നെ രാംദാസ് മാഷും പറഞ്ഞു വെച്ചത്. രാംദാസ് മാഷ് പറഞ്ഞതുപോലെ എന്താണ് ചരിത്രരചന എന്നുള്ളതിനെ പറ്റി നോക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ഹിഡൻ ബ്രിങ് ഇറ്റ് ഫോർവേഡ്, എന്താണോ രേഖകളിൽ ഒളിഞ്ഞു കിടന്നത് അതിനെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ 3 പതിറ്റാണ്ടോളം നീണ്ടു നിന്ന അദ്ദേഹത്തിൻ്റെ ഗവേഷണത്തിൽ കൂടി അദ്ദേഹം കണ്ടെത്തിയ കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും 1 മണിക്കൂറോ ഉച്ചവരെയോ വൈകിട്ട് വരെയോ ഫുൾ ഡേയോ പറഞ്ഞാലും തീരില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം നടത്തിയത് ഒരു എളിയ ശ്രമമല്ല. കാരണം 871 പേജോളം റെക്കോർഡ്സ് മാത്രം വരുന്ന 1000 പേജോടുള്ള ഒരു ഡോക്യുമെൻ്റ് ഇനി വരുന്ന ഹിസ്റ്ററി സ്റ്റുഡൻസിന് റിസോഴ്സാക്കി മാറ്റുന്ന രീതിയിലുള്ള വലിയ ഒരു കോൺട്രിബ്യൂഷനാണ് അദ്ദേഹം നൽകിയത് എന്ന് സാന്ദർഭോചിതമായി സൂചിപ്പിച്ചുകൊണ്ട് ഈ സമയം നിസാർ സാർ പറഞ്ഞ ടോപ്പിക്കിലേക്ക് തിരിച്ചു പോവുകയാണ്. അതായത് കേരളത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ കേരള നവോത്ഥാനം എന്ന് നാം മനസ്സിലാക്കിയത് എങ്ങനെയാണോ മാറുന്ന കൊളോണിയൽ കാലഘട്ടത്തിൽ അവിടുത്തെ ഓരോ സമുദായങ്ങളും ഓരോ വ്യക്തികളും അതിനോട് നെഗോഷിയേറ്റ് ചെയ്തെന്നുള്ളതാണ് നമ്മൾ ഒരു വിധത്തിൽ റെനേസൻസ് എന്ന് വിളിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ നവോത്ഥാനം എന്ന് വിളിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ അദ്ദേഹം തുടങ്ങി വെച്ച ഒന്ന് ലാൻഡ് ബേസ് ചെയ്തുള്ള ഡിസ്കഷൻ, അല്ലെങ്കിൽ ഭൂമിയെ ബേസ് ചെയ്തുള്ള ഡിസ്കഷനാണ്. എന്നാൽ അദ്ദേഹം ഏറ്റവും പ്രധാനമായി നമ്മുടെ ഈ അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ രാംദാസ് മാഷ് സൂചിപ്പിച്ചതുപോലെ വരുന്ന ഒരു വിഷയമാണ് പഞ്ചമി ഇൻസിഡൻറ്റ്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള കടന്നുവരും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകം, നിസാർ മാഷിൻ്റെ പുസ്തകം നമുക്ക് നോക്കിയാലും അറിയാതെ ഓർഗാനിക് പ്രൊട്ടസ്റ്റ്, ഗ്രാംഷ്യൻ നോഷനിലെ ഓർഗാനിക് എന്നുള്ള ആശയമാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം നിസാർ മാഷിന് ഒരു പക്ഷേ അവിടെ നിന്നുകൊണ്ട് തന്നെ കുറച്ചുകൂടെയൊക്കെ മുന്നോട്ടേക്ക് പോകാമെന്ന് വിശ്വസിക്കുന്നത്. എങ്ങനെയാണ് ഈ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് കൊളോണിയൽ അവസ്ഥയിൽ വന്നതിലും അയ്യങ്കാളി എന്ന് പറയുന്ന ഒരു ഓർഗാനിക് ലീഡറായി മാറിയതെന്നും അതേപോലെ ഇന്നോർഗാനിക്കായിട്ടുള്ള പ്രൊട്ടസ്റ്റുകളോ മൂവ്മെൻറ്റ്സോ അതേസമയം ഉണ്ടായിരുന്നു എന്നുള്ളതും അതോട് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ സമയപരിമിതി കൊണ്ടാണ് ഒരുമിച്ച് കൊണ്ടുപോകുന്നത്. കൊളോണിയൽ ടൈമിൽ വിദ്യാഭ്യാസമായിരുന്നു നമുക്ക് ആധുനികതയിലേക്കുള്ള ടിക്കറ്റ്. അത് പോസ്റ്റ് കൊളോണിയലിസത്തിൽ അല്ലെങ്കിൽ സ്വാതന്ത്ര്യാനന്തരത്തിൽ എങ്ങനെയെങ്കിലും മാറ്റപ്പെട്ടിട്ടുണ്ടോ അതോ അതേ രീതിയിൽ തന്നെ തുടരുകയാണോ എന്നുള്ളത് ചുരുങ്ങിയ വാക്കുകളിൽ അദ്ദേഹം ഇപ്പോൾ പറയുന്നതായിരിക്കും. ഇവിടെ ചെറായി പറഞ്ഞു വെച്ച അവസാനത്തെ വാചകമാണ് പ്രധാനമായിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞു, അയ്യങ്കാളി ഒരിക്കലും
ഒരു ദളിതരുടെ ഉന്നമനത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല തിരുവിതാംകൂറിൽ പ്രവർത്തിച്ചിട്ടുള്ളതെന്നുള്ളതാണ്. വളരെ ശക്തമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണത്. നമുക്കറിയാം 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ തിരുവിതാംകൂറിൽ സ്കൂളുകൾ സ്ഥാപിക്കപ്പെടുന്നുണ്ട്. 1800-കൾ തന്നെ മിഷണറിമാരുടെയൊക്കെ ഇടപെടൽ കൊണ്ടും മഹാരാജാക്കന്മാരുടെ നിർദ്ദേശപ്രകാരവും സ്കൂളുകൾ സ്ഥാപിക്കപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ 1830-കളിൽ പ്രധാനപ്പെട്ട ഒരു ഓർഡർ അന്നത്തെ ദിവാൻ മാധവറാവു ഇറക്കുന്നുണ്ട്. അതായത് ഇനി മുതൽ ഗവൺമെൻറ് ജോലികളിൽ ആളുകളെ എടുക്കണമെങ്കിൽ അതിൻ്റെ യോഗ്യത വിദ്യാഭ്യാസവും കഴിവും മാത്രമായിരിക്കും എന്നത്. 1834 രാജാസ് സ്കൂളുകൾ സ്ഥാപിക്കുന്നുണ്ട് തിരുവിതാംകൂറിൽ. പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അത് ഗവൺമെൻറ് സ്കൂളുകളാണ്. അവിടെ പഠിക്കാൻ എല്ലാവർക്കും അധികാരമുണ്ട്, അല്ലെങ്കിൽ അവകാശമുണ്ട്. അത് ഗവൺമെൻറ് തന്നെ ഓർഡർ പ്രകാരം തന്നെ ധാരാളം ഓർഡറുകൾ, ഇപ്പോൾ ചെറായി ഇവിടെ പറഞ്ഞതുപോലെ ധാരാളം ഓർഡറിൻ്റെ കോപ്പികൾ നമുക്ക് ലഭ്യമാണിപ്പോൾ. അക്കാലത്ത് ഇറക്കിയിട്ടുള്ള രാജകൽപ്പനകൾ ലഭ്യമാണ്. ആ രാജകൽപ്പന പ്രകാരം എല്ലാ ജാതി വിഭാഗങ്ങൾക്കും ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ ലോവേഡ് ആണോ അപ്പറാണോ ഒന്നും രാജാക്കന്മാരുടെ അന്നത്തെ എന്താ പറയുക ഓർഡറുകളിൽ അങ്ങനെ ഒന്നും ഒരു വിവക്ഷയും വിവേചനവും ഇല്ല. എല്ലാവർക്കും സ്കൂളുകൾ പഠിക്കാൻ അവകാശമുണ്ട്. പക്ഷേ പ്രശ്നം എന്താണ്? അവിടേക്ക് പ്രവേശനം ലഭ്യമാവുന്നില്ല എന്നുള്ളതാണ്. ഈ കോണ്ടെക്സ്റ്റിലാണ് 1891-ലെയും 1894-ലെയും രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റുകൾ നമ്മുടെ മുമ്പിലുള്ളത്. ഒന്ന് മലയാളി മെമ്മോറിയലാണ്, മറ്റൊന്ന് ഈഴവ മെമ്മോറിയലാണ്. യഥാർത്ഥത്തിൽ ഈ രണ്ട് വിഭാഗങ്ങൾ നമ്മൾ ഇപ്പം ചെറായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ജാതി ശ്രേണിയിലെ വിവിധ ഘടകങ്ങളെ നമ്മൾ പരിശോധിക്കണം. ആരോടാണ് വിവേചനം എന്നുള്ളത് കൃത്യമായി കേരളീയ കോണ്ടെക്സ്റ്റിൽ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് അംബേദ്കർ പറയുന്ന പോലെ ശ്രേണിബദ്ധമായിട്ടുള്ള സാമൂഹ്യക്രമം വളരെ കൃത്യമായിട്ട് സ്ഥാപിച്ചെടുത്ത ഒരു സാമൂഹ്യ സാഹചര്യമാണ് തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്നത് സവിശേഷമായിട്ട്. അപ്പം അവിടെ ഈഴവർ പലപ്പോഴും പുലയരെ സ്കൂളുകൾ പ്രവേശിപ്പിക്കുന്നതിന് എന്താ പറയുക അതിനെ എതിർപ്പ് പ്രകടിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 1891-ലെയും 1894-ലെയും രണ്ട് പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റ് നമ്മളോട് കൃത്യമായി പറയുന്നത് ഇതാണ്. അതായത് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ജോലികൾ നിങ്ങൾക്ക് ഇനി മുതൽ പ്രവേശനം ലഭ്യമാവണമെങ്കിൽ നിങ്ങൾക്ക് യോഗ്യത വേണം. ഏതാണ് യോഗ്യത? നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയാണ്. അവിടേക്ക് പ്രവേശിക്കുവാനുള്ള യാതൊരുവിധ മാർഗവും ഈ പറയുന്ന താഴ്ത്തപ്പെട്ട ജാതി വിഭാഗങ്ങൾക്കില്ല. ഈ ഒരു ഘട്ടത്തിലാണ് മുൻ പരിചയമോ ലോകപരിചയമോ ഒന്നുമില്ലാത്ത ഒരാൾ എഴുന്നേറ്റ് നിൽക്കുന്നത്. അയാളാണ് അയ്യങ്കാളി. അദ്ദേഹം പറയുന്നു വിദ്യാഭ്യാസം ലഭ്യമാവണം. 1912 ശേഷം പ്രജാസഭാ റെക്കോർഡുകളെ കുറിച്ച് പറഞ്ഞു. ഞാൻ 2004 തിരുവനന്തപുരത്ത് പോയപ്പോൾ അവിടെ ഈ ആർക്കൈവ്സിൽ നമ്മൾ ഈ പ്രജാസഭ റെക്കോർഡ്സിന് ശ്രീമൂലം പ്രജാസഭയിലുള്ള പ്രഭാഷണങ്ങളെ റെക്കോർഡ്സ് നോക്കിയപ്പോൾ നമുക്ക് അന്ന് വളരെ സങ്കടം തോന്നി. ഒരു വിധത്തിലും നമുക്ക് വായിക്കാൻ പറ്റാത്ത തരത്തിൽ വളരെ പൊടി പിടിച്ച് കിടക്കുന്ന ഒരവസ്ഥയാണ്. ഇന്നതൊക്കെ മാറി ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ട്, എല്ലാം ലഭ്യമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം 1912 ശേഷം പ്രജാസഭയിൽ അയ്യങ്കാളി പ്രസംഗിക്കുന്നത് മുഴുവനും രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഊന്നിയാണ്. ഒന്ന് വിദ്യാഭ്യാസം, മറ്റൊന്ന് പുതുവൽ ഭൂമി ദളിതർക്ക് അല്ലെങ്കിൽ പറയുന്ന സാധുജനങ്ങൾക്ക് എന്താ പറയുക പതിച്ചു നൽകണം. ഇതാണ് രണ്ട് ആവശ്യങ്ങൾ നിരന്തരമായി 1912 മുതൽ 1938 വരെയുള്ള നീണ്ട ആ കാലഘട്ടങ്ങളിൽ അയ്യങ്കാളി പ്രസംഗിക്കുന്നത് മുഴുവനും ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഊന്നിയാണ്. ഒന്ന് ഭൂമി, അല്ലെങ്കിൽ അവർക്ക് കൃഷി ചെയ്യുവാനുള്ള ഭൂമി ലഭ്യമാവണം. രണ്ടാമത് വിദ്യാഭ്യാസം നൽകണം. ഈ രണ്ട് കാര്യങ്ങൾ ഊന്നിക്കൊണ്ടാണ്. ഇവിടെയാണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു ജൈവിക ബുദ്ധിജീവി എങ്ങനെയാണ് ഉണ്ടായി വരുന്നത്. തൻ്റെ സാഹചര്യത്തിൽ തൻ്റെ ജനങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. ആധുനികതയുടെ പാഠം ജനങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു അയ്യങ്കാളി ചെയ്തിട്ടുണ്ടായിരുന്നത്. ആധുനികയുടെ പാഠം, അതായത് നിങ്ങൾ ഗവൺമെൻറ് പറയുന്നു നിങ്ങൾ സ്കൂളിൽ പോവാമെന്ന്. ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുള്ള രാജപാതകൾ ജനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ളതാണ്. വഴികൾ എന്തിനാണ്? സഞ്ചാരം കൊള്ളാനുള്ളതാണ്. ഈ സഞ്ചരിക്കാൻ സമ്മതിക്കുന്നില്ല. ആധുനിക പാഠം എന്താണ്? നിങ്ങൾക്ക് സഞ്ചരിക്കാനുള്ളതാണ് പാതകൾ, വഴികൾ. ഈ വഴികൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ജനങ്ങളുടെ ടാക്സിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പാതകൾ എന്തുകൊണ്ടാണ് ഇവരെ നടക്കാൻ സമ്മതിക്കാത്തത്? വണ്ടി അവിടെ അല്ലെങ്കിൽ സൈക്കിൾ റിക്ഷകൾ കൊണ്ടുവരാൻ സമ്മതിക്കാത്തത്? സൈക്കിൾ ഓടിക്കാൻ സമ്മതിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പാത സഞ്ചാരയോഗ്യമാക്കാത്തത്? ഈ ചോദ്യമാണ് അയ്യങ്കാളി ചോദിക്കുന്നത് എപ്പോഴും 19-ാം നൂറ്റാണ്ട് രണ്ടാം പകുതിയിൽ എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഈ ഒരു അതുകൊണ്ടാണ് ചെറായി പറഞ്ഞത് കൃത്യമായി ശരിയാണ്. ആധുനികതയുടെ പാഠം കേരളീയ സമൂഹത്തിൽ, ജനാധിപത്യ
ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങൾ കേരള സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഒരു മഹാത്മാവാണ് അയ്യങ്കാളി എന്ന്. അപ്പോൾ ആ പഠനം അവിടെയും പ്രവർജനമാണ് നമ്മൾ കാണുന്നത്, എക്സ്ക്ലൂഷനാണ് നമ്മൾ കാണുന്നത്. അതായത് ഭൂമിയിൽ നിന്ന് ഒരു മനുഷ്യനെ അല്ലെങ്കിൽ സമൂഹത്തെ, ഒരു ജാതിയെ എങ്ങനെ എക്സ്ക്ലൂഡ് ചെയ്തോ അതേപോലെ തന്നെ സാംസ്കാരികമായിട്ടും ഒരു ജനതയെ എങ്ങനെ എക്സ്ക്ലൂഡ് ചെയ്തു എന്നുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം വിദ്യാഭ്യാസ നിഷേധം എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും പറയാണ്. ഉദാഹരണത്തിന് അയ്യങ്കാളി 1920-കളിൽ പ്രസംഗിക്കുന്നത് 8 വർഷം കഴിഞ്ഞിട്ട് പ്രജാസഭയിൽ അദ്ദേഹത്തിന് അംഗത്വം ലഭിച്ച് 8 വർഷം കഴിഞ്ഞിട്ടും വീണ്ടും അദ്ദേഹം പറയുന്നത് ഇന്ന സ്ഥലത്ത് ഭൂമിയുണ്ടല്ലോ, പുതുവൽ ഭൂമി എന്തുകൊണ്ടാണ് ദളിതർക്ക് പതിച്ചു കൊടുക്കാത്തത്? 500 ഏക്കർ തരാമെന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ, എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? പിന്നെ ഞങ്ങളുടെ ജാതി സമൂഹത്തിൽ നിന്ന് 8ാം ക്ലാസ് പാസ്സായവരുണ്ട്, അവരെ നിങ്ങൾക്ക് ആശുപത്രികൾ ക്ലർക്കായിട്ട് നിയോഗിക്കാവുന്നതാണ്, അവരതിന് കെൽപ്പുള്ളവരാണ്. ഇങ്ങനെയൊക്കെയുള്ള നിരന്തരം ഒരു സമൂഹത്തെ, തൻ്റെ ജാതിയെ, തൻ്റെ വിഭാഗങ്ങളെ ഒരു ഭാഗത്ത് പ്രവർജനത്തിന് പാത്രമായി തീരുന്ന ഒരു ജനവിഭാഗത്തെ എങ്ങനെയാണ് ഉൾക്കൊള്ളിക്കാൻ കഴിയുക എന്ന ആധുനിക പാഠമാണ് അയ്യങ്കാളി പഠിപ്പിക്കുന്നത്. അപ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ അയ്യങ്കാളിയെ വായിച്ചിട്ടില്ല എന്നുള്ളതും, ആരും ഇതുവരെ പറയാത്ത, ആരും പഠിപ്പിക്കാത്തൊരു പാഠം നമ്മൾ SNDPയോ അല്ലെങ്കിൽ NSSോ യോഗക്ഷേമ സഭകളോ അല്ലെങ്കിൽ മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനങ്ങളോ സിറിയൻ ക്രിസ്ത്യൻസിൻ്റെ നവോത്ഥാന പ്രസ്ഥാനങ്ങളോ എന്ത് തന്നെ നമ്മൾ എടുത്തു നോക്കിയാലും അവരൊക്കെയും അവരവരുടെ ജാതിക്രമത്തിനുള്ളിൽ എന്തൊക്കെ നേട്ടങ്ങൾ കൊളോണിയൽ ആധുനികതയുടെ പശ്ചാത്തലത്തിൽ നേടിയെടുക്കാൻ സാധിക്കുമോ അത് നേടിയെടുക്കാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ആ ശ്രമം നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഈ സ്ത്രീകളുടെ പ്രശ്നങ്ങളോ നമ്മൾ ഈ പറയുന്ന അടിച്ചമർത്തപ്പെട്ട അധകൃതരായിട്ടുള്ള താഴ്ത്തപ്പെട്ട ജാതി വിഭാഗങ്ങളുടെ പ്രശ്നങ്ങളോ അഡ്രസ്സ് ചെയ്യുന്നേയില്ല. ഇതിനെ നമ്മൾ എങ്ങനെയാണ് നവോത്ഥാനം എന്ന് വിളിക്കുക എന്നുള്ളൊരു ചോദ്യം നമ്മുടെ സമൂഹത്തിന് മുമ്പിലുണ്ട്. യഥാർത്ഥത്തിൽ അവർ ഒരു പാട്രിയാർക്കിക്കലായിട്ടുള്ള നോഷനെ വെച്ചിട്ടാണ് പിന്നെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് നായർ സ്ത്രീകളുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നമ്പൂതിരി സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളോ ഒന്നും, ഇപ്പോൾ മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ സ്ത്രീകളുടെ പ്രശ്നങ്ങളോ ഒന്നും അഡ്രസ്സ് ചെയ്യാതെ പോകുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ. ഇപ്പോൾ ഈ സമയത്താണ് സ്ത്രീകളുടെ പ്രശ്നങ്ങളെ അയ്യങ്കാളി മുന്നോട്ട് വെക്കുന്നത്, വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകതയെ മുന്നോട്ട് വെക്കുന്നത്, ആരോഗ്യ സംരക്ഷണത്തിൻ്റെ കാര്യങ്ങളെ മുന്നോട്ട് വെക്കുന്നത്, ഭൂമിയുടെ എന്താ പറയുക, ഭൂമി എങ്ങനെ പ്രൊഡക്റ്റീവ് ആക്കാം എന്ന കാര്യം പറയുന്നത്. ഇങ്ങനെ വളരെ കൃത്യമായിട്ടുള്ള ചില മൂല്യങ്ങൾ, ആധുനികതയുടെ പാഠങ്ങൾ, ജനാധിപത്യത്തിൻ്റെ പാഠങ്ങളാണ് യഥാർത്ഥത്തിൽ അയ്യങ്കാളി കേരളീയ സമൂഹത്തിന് മുമ്പിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നതാണ് എനിക്ക് ഇതിന് കൺക്ലൂഡ് ചെയ്ത് പറയാനുള്ളത്. ക്രിസ്റ്റി ചോദിച്ചതിൻ്റെ ചോദ്യം ഇതിൽ ഉത്തരമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ബാക്കി പറയാം. പ്രിയമുള്ളവരെ, എങ്ങനെയാണ് അയ്യങ്കാളി എന്നത് ഒരു ജൈവിക നേതാവ് അല്ലെങ്കിൽ ഒരു ഓർഗാനിക് ഇൻ്റലക്ച്വലായി മാറുന്നത് എന്നുള്ള രീതിയിലേക്കാണ് അദ്ദേഹം പോയത്. അതിൽ കൂടെ അദ്ദേഹം ഉയർത്തിയ ഒരു വലിയ ചോദ്യം എന്ന് പറഞ്ഞാൽ കേരള നവോത്ഥാനം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിനെ തന്നെ ക്രിട്ടീക്ക് ചെയ്യുക അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളതാണ്. അതൊരു വലിയ സെപ്പറേറ്റ് ഒരു സെഷൻ തന്നെ അതിലേക്ക് വേണ്ടി വരും എന്നുള്ളത് കൊണ്ട് തൽക്കാലം അതിലേക്ക് കടക്കുന്നില്ല. ചേറായി മാഷിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അദ്ദേഹം പറയാതെ പറഞ്ഞു വെച്ച ഒരു വിഷയം, എന്നാൽ പ്രത്യേകം ശ്രദ്ധ വേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, പലപ്പോഴും നവോത്ഥാനം അല്ലെങ്കിൽ കേരള റിനേസൻസ് എന്ന് പറഞ്ഞ് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ശ്രീനാരായണ ഗുരു, മന്നത്ത് പത്മനാഭൻ തുടങ്ങിയവരുടെ മുഖങ്ങളാണ്. അയ്യങ്കാളിയുടെ മുഖം ഒരു സാധാരണ മലയാളിയുടെ മുമ്പിലേക്ക് പെട്ടെന്ന് വരില്ല. അപ്പോൾ ഒരു ഈഴവ സംഭവം അതിൽ പലപ്പോഴും പ്രതിഫലിച്ച് നിൽക്കുന്നതും അങ്ങനെ ഒരു പ്രതിഫലനമായി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞു വെച്ചു. അപ്പോൾ അതിനെപ്പറ്റി കുറച്ചുകൂടെ വിശദീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചുരുങ്ങിയ വാക്കുകളിൽ സമയം സമയമില്ലാത്തതുകൊണ്ട് വളരെ ചുരുക്കുന്നു. എങ്കിലും നിങ്ങളുടെ മുന്നിൽ അറിയിക്കേണ്ട ഭീകരമായ ഒരു രഹസ്യ വിവരം ഞാൻ സൂക്ഷിച്ചിരുന്ന രഹസ്യമല്ല, കേരള സർക്കാർ സൂക്ഷിച്ചിരുന്ന രേഖകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യമാണ്. അത് പറയാനുള്ള സമയം തന്നെ എനിക്കിവിടെ ഇല്ല. എങ്കിലും അത് നിങ്ങളോട് പറഞ്ഞില്ല എങ്കിൽ വലിയ അപരാധമാകും. ഒരു ഗവേഷകൻ എന്ന നിലയ്ക്ക് എനിക്ക് ഇത്തരം കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ വയ്ക്കാനുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഈ പറയുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച വിദ്യാലയ പ്രക്ഷോഭണം, ഉരുട്ടമ്പലം ലഹള, അതാണ് വിദ്യാലയ പ്രക്ഷോഭണത്തിൻ്റെ ഒരു മറുവാക്ക്. ആ ലഹളയെക്കുറിച്ച്, ലഹളയുടെ പേരിൽ 25 കോടതി ജഡ്ജ്മെൻറ്റ് എൻ്റെ പുസ്തകത്തിലുണ്ട്. 43 സർക്കാരിൻ്റെ ഈടുവപ്പിലുണ്ട്. ഞാൻ തിരഞ്ഞെടുത്ത 25 ഫുൾ ടെക്സ്റ്റ് ഈ പുസ്തകത്തിലുണ്ട്. ഇതിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, അത് നിങ്ങൾ അറിയാതെ പോകരുത്. സമയമില്ലെങ്കിൽ ഞാനത് സൂചിപ്പിക്കുന്നു. അയ്യൻകാളി പ്രസ്ഥാനത്തെ
നഖശിഖാന്തം എതിർത്ത ഒരു ന്യായാധിപൻ തിരുവിതാംകൂറിലുണ്ടായിരുന്നു. ഈ 25 കോടതികളിലെ ജഡ്ജ്മെൻറ്റുകളും അപ്പീൽ ജഡ്ജ്മെൻറ്റുകളിലും പച്ചയായ വർഗീയത മാത്രം എഴുതിയ ഒരു ജഡ്ജ് തിരുവിതാംകൂറിലുണ്ടായിരുന്നു. പി രാമൻ തമ്പി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അത് പറയുന്നതിനുള്ള കാരണം ഇനിയും നിങ്ങളറിയാത്തൊരു കാര്യത്തിലേക്ക് കൂടി ഞാൻ സൂചിപ്പിക്കുന്നു. അയ്യൻകാളി പ്രസ്ഥാനത്തെ ഒരു ലാഭത്തിനും ഒരു നേട്ടത്തിനും വേണ്ടിയല്ലാതെ സ്വന്തം നിലനിൽപ്പ് അപകടത്തിലാക്കിക്കൊണ്ട് ഒരു സർക്കിൾ ഇൻസ്പെക്ടർ അദ്ദേഹത്തിൻ്റെ ഭാവിയെ തുലച്ചുകൊണ്ട് ഇടപെടുന്നുണ്ട്. അത് തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമുള്ളൊരു അധ്യായങ്ങളിൽ ഒന്നാണത്. വി ടി ചാക്കോ എന്ന സർക്കിൾ ഇൻസ്പെക്ടർ കൊടുത്ത ഈ കോടതികളിൽ കൊടുത്ത മുഴുവൻ FIRഉം ഈ നേരത്തെ സൂചിപ്പിച്ച ജഡ്ജി ഒരൊറ്റ കാരണം പറഞ്ഞുകൊണ്ടാണ് എതിർക്കുന്നത്. ഈ സർക്കിൾ ഇൻസ്പെക്ടർ ഒരു തിയറിയാണ് എഴുതുന്നത്. ഉരുട്ടമ്പലം സ്കൂൾ പ്രവേശനം ലഹളയുടെ കാരണം നായന്മാർ അല്ലെങ്കിൽ സവർണർ ദളിത് കുട്ടികളുടെ പ്രവേശനത്തെ എതിർത്ത് അതാണ് കലാപത്തിൻ്റെ മൂലം എന്ന് 25 FIRലും ഈ സർക്കിൾ ഇൻസ്പെക്ടർ എഴുതുന്നു എന്നതാണ് ജഡ്ജിയുടെ അവലാതി. എല്ലാ ജഡ്ജ്മെൻറ്റിലും അദ്ദേഹം ഈ ഉദ്യോഗസ്ഥനെ പറയാവുന്നതിൻ്റെ അങ്ങേറ്റം അദ്ദേഹത്തെ അവഹേളിക്കുന്നുണ്ട്. ഒടുവിൽ നിവൃത്തിയില്ലാതെ ഈ ഒരു ജഡ്ജ്മെൻറ്റിൽ എഴുതുന്നത് സർക്കാർ ഈ ഉദ്യോഗസ്ഥനെ വേണ്ട ശിക്ഷ കൊടുക്കണം എന്നാണ്. ശിക്ഷിച്ചു, അദ്ദേഹത്തെ ഡീഗ്രേഡ് ചെയ്തു. ഇത് അയ്യൻകാളി പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും ഭീകരമായ അതിൻ്റെ പ്രതികരണങ്ങളിൽ ഒന്നാണ്. അത് വിശദമായി പറയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ സൂചിപ്പിക്കുന്നു. ഇനി ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ അറിവില്ലായ്മ കൊണ്ട് ചില കാര്യങ്ങൾ വലിയ കുറ്റകൃത്യത്തിന് നമ്മൾ കർത്താക്കളായി മാറുന്നുണ്ട്. അതിലൊന്നാണ് ഈ പഞ്ചമി എന്ന കുട്ടിയുടെ കാര്യവും സ്കൂൾ പ്രവേശനവും പറയുമ്പോൾ നമ്മൾ പറയാതെ പോകുന്നൊരു കാര്യമുണ്ട്. അന്നാളെന്ന കൺവെർട്ട് ചെയ്ത വിഭാഗത്തിൽ നിന്ന് കൺവെർട്ട് ചെയ്ത ആ കുട്ടിയെ ബലാത്സംഗത്തിനിരയായി എന്നത് ഞാൻ പറയുന്നതല്ല, കോടതി രേഖകളിലുണ്ട്. ഈ സ്കൂൾ പ്രവേശനത്തോടൊപ്പം എടുത്തു പറയേണ്ടത് അന്നാളിൻ്റെ പേരാണ്. അന്നാളാണ് ഇതിൻ്റെ പ്രതീകം. ഈ സ്കൂൾ പ്രവേശനത്തിൽ ദളിതരായിട്ടുള്ള ആളുകൾ അനുഭവിച്ച പീഡനങ്ങളുടെ മുഖമുദ്ര എന്ന് പറയുന്ന ആ പെൺകുട്ടിയാണ്. അച്ഛനും അമ്മയും സ്വന്തം കുടിലിൻ്റെ മുറ്റത്ത് അവരെ ബന്ദികളാക്കി നിർത്തിക്കൊണ്ടാണ് ആ കൊച്ചു പെൺകുട്ടിയെ റേപ്പ് ചെയ്തത് ഈ പ്രതികൾ. അതിൽ നമ്മളിപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ഈഴവ പ്രമാണികളുണ്ട്, നായർമാരുണ്ട്, മറ്റു പ്രമാണികളൊക്കെ ഉണ്ട്. ഇത് വളരെ വിശദമായി എൻ്റെ പുസ്തകത്തിൽ പറയുന്നതാണ്. ഇത്രയെങ്കിലും സൂചിപ്പിച്ചില്ല എങ്കിൽ ഞാൻ അറിഞ്ഞ ഒരു രഹസ്യം നിങ്ങളുടെ മുന്നിൽ നിന്ന് മറച്ചു വെച്ചു എന്ന് വരും എന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയെങ്കിലും സൂചിപ്പിക്കുന്നത്. സമയക്കുറവ് കൊണ്ട് എന്നെ കേട്ട സുഹൃത്തുക്കൾക്ക് നന്ദി, നമസ്കാരം. വളരെ ചുരുങ്ങിയ വാക്കുകളിലാണെങ്കിലും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, ചരിത്രം എന്നുള്ളത് എത്ര മറച്ചു വെച്ചാലും വീണ്ടും അത് പുറത്തേക്ക് വരും എന്നുള്ളതാണ്. അതിപ്പോൾ എത്രയോ നാളുകൾക്ക് ശേഷം അത് വന്നിരിക്കുകയാണ്. നമ്മൾ 3:15 നമ്മുടെ സെഷൻ തുടങ്ങിയത്. അതുകൊണ്ട് നമുക്ക് 4:15 മുമ്പായി എല്ലാം അവസാനിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഓഡിയൻസിൻ്റെ ഭാഗത്തുനിന്നുള്ള ഇൻട്രാക്ഷന് വേണ്ടിയിട്ടുള്ള സമയമാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ട് എങ്കിൽ ചുരുങ്ങിയ വാക്കുകളിൽ നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്താവുന്നതാണ്. വളരെ ലളിത അയ്യങ്കാളിയെ സംബന്ധിക്കുന്ന നിരവധി പുസ്തകങ്ങളിൽ പല പുസ്തകങ്ങളിലും ആദ്യത്തെ കാർഷിക ലഹള എന്ന പേരിൽ നടന്നിട്ടുള്ള ഈ കലാപം 3 വർഷത്തെ നീണ്ടു നിന്നതായിട്ടാണ് പറയുന്നത്. 4 മുതൽ 7 വരെ എന്ന് പറയുന്ന പുസ്തകമുണ്ട്. അത് 914 നടന്നത് എന്ന് പറയുന്ന പുസ്തകങ്ങളുണ്ട്. അപ്പോൾ പുസ്തകങ്ങളിൽ പല പുസ്തകങ്ങളിലും വ്യത്യസ്തമായ ഡേറ്റാണ്. അപ്പോൾ ഒരു പക്ഷേ ആർക്കൈവൽ ഡാറ്റ കണ്ട ആൾ എന്നുള്ള നിലയ്ക്ക് സാർ അതിൽ ഒരു ഈ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ച ആളെന്നുള്ള നിലയ്ക്ക് ലോകചരിത്രത്തിൽ തന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ആദ്യത്തെ കാർഷിക സമരം എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ ഒരു സംശയമുണ്ട്. ഇത് എപ്പോഴാണ് അല്ലെങ്കിൽ എത്ര കാലം അത് നീണ്ടു നിന്നു എന്നുള്ള ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തേത് ഫാക്ച്വലായിട്ടുള്ള ചോദ്യങ്ങളാണ്. മറ്റു കാര്യങ്ങൾ ചോദിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് മറ്റ് ഡിബേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് ഞാൻ സ്വദേശാഭിമാനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിവിടെ ചോദിക്കുന്നില്ല. ഞാൻ നേരത്തെ സംസാരിക്കുകയും ചെയ്തു സാറോട്. രണ്ടാമത്തെ ചോദ്യം, ഗോവിന്ദപിള്ളയാണ്, സുഭാഷിണിയുടെ പത്രാധിപരായിരുന്ന ഗോവിന്ദപിള്ളയായിരുന്നു നേരത്തെ ദളിത് പ്രതിനിധി.
അയ്യങ്കാളിയെ നോമിനേറ്റ് ചെയ്തതിന് ശേഷം ഗോവിന്ദപിള്ള ഈ പോസ്റ്റിൽ തുടരുന്നുണ്ടോ? എനിക്ക് അറിഞ്ഞുകൂടാത്ത ഒരു കാര്യം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചില കാര്യങ്ങളിൽ അതെന്തുകൊണ്ടാണ് അങ്ങനെ പിന്നെ അദ്ദേഹം ഗോവിന്ദപിള്ള തന്നെ പുലയ പ്രതിനിധിയായി കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്നുള്ളത്. മൂന്നാമത്തെ ഒരു ചോദ്യം, ഒരേ സമയത്ത് ആശാനും അയ്യങ്കാളിയും പ്രജാസഭയിലുണ്ടായിരുന്നു. അവർ യോജിച്ചിട്ടുള്ള ഒരു പ്രക്ഷോഭത്തിന് തയ്യാറായിട്ടുണ്ടോ? ഈ ലഹളയെ സംബന്ധിക്കുന്ന വിവേകോദയത്തിൽ അദ്ദേഹം എഴുതുന്നുണ്ട് ദളിതരായി അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ട്. എന്തുകൊണ്ടാണ് അവർക്കിടയിൽ ഒരു ഐക്യം ഉണ്ടാവാതെ പോയത്? മറ്റൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, തിരുവിതാംകൂർ സർക്കാരിനെതിരായിട്ടുള്ള, രാജാവിനെതിരായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രക്ഷോഭത്തിന് അല്ലെങ്കിൽ രാജാധിപത്യത്തിനെതിരായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ അയ്യങ്കാളിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. പിന്നീട് നമുക്ക് കുറേ ചോദ്യങ്ങൾ ചോദിക്കുക. കാരണം ഗുജറാത്തിൽ ഓൾറെഡി 1902 ഗെയ്ഗ്വാദ് സർക്കാർ ദളിത് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകിക്കൊണ്ട് ഉത്തരവിറക്കുകയും അതിനെ സംബന്ധിക്കുന്ന വാർത്തകൾ കേരളത്തിൽ 1902 തന്നെ വന്നു. അത് അയ്യങ്കാളിയെ സ്വാധീനിച്ചിട്ടുണ്ടോ? 1805 കോഡ്, സർക്കാർ വിദ്യാഭ്യാസം നൽകിക്കൊണ്ടുള്ള ദളിത് വിദ്യാർത്ഥികൾക്ക് സ്കൂളുകൾ സ്ഥാപിച്ചുകൊണ്ടുള്ള കോഡ് ഏത് രീതിയിലാണ് അയ്യങ്കാളിയെ അപ്പോൾ ഒരു കൂട്ടം ചോദ്യങ്ങളുണ്ട്, ഒരു കൂട്ടം സംശയങ്ങളൊക്കെ വരാനുള്ള കാരണം നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ പല പുസ്തകങ്ങളിൽ ഈ കുന്നുകുഴി മണിയെ പോലെയുള്ള ആളുകളുടെ പുസ്തകത്തിൽ ചിലപ്പോൾ സപ്രഷൻ ഉണ്ട്, അതിൽ ചിലപ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നതായിട്ട് നമുക്ക് ബോധ്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഫാക്ച്വലായിട്ടുള്ള കുറേ സംശയങ്ങൾ അത് തീർത്തു തരും. ഒരുപക്ഷെ ഈ പുസ്തകം കോഴിക്കോട് ഇറങ്ങിയ സമയത്ത് തന്നെ അത് ലഭ്യമല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടായി. ആ പുസ്തകത്തിൻ്റെ പോപ്പുലാരിറ്റിയാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ആധികാരികതയാണ് അത് സൂചിപ്പിക്കുന്നത്. എന്തായാലും അത് അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ്. കാരണം ഇത്തരം സംശയങ്ങൾ, ധാരാളം സംശയങ്ങൾ നിലനിർത്തിക്കൊണ്ടാണ് അയ്യങ്കാളിയെക്കുറിച്ചുള്ള ഗവേഷണങ്ങളും പുരോഗമിക്കുന്നത് എന്നുള്ളതിനാൽ അപ്പോൾ അത് വളരെ സംക്ഷിപ്ത സമയത്തിൻ്റെ പരിമിതിയെക്കുറിച്ച് എനിക്കറിയാം. ഇതാണ് ചോദ്യം. ഹലോ, ശ്രീജിത്ത് സാറ് പറഞ്ഞതിൽ ഒരു ചെറിയ ഭാഗം പോലും അറ്റൻഡ് ചെയ്യാൻ കോർഡിനേറ്റർ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ഏതാനും സെക്കൻഡ് എൻ്റെ കയ്യിലുള്ളൂ. ഒന്ന്, അദ്ദേഹം പറഞ്ഞ വളരെ കാതലായ ഒരു കാര്യം, എന്തുകൊണ്ട് ഈ പുസ്തകങ്ങളിൽ വ്യത്യസ്ത തരത്തിൽ ഇങ്ങനെ ആഖ്യാനങ്ങൾ വരുന്നു എന്നതാണ്. ഇതിനൊരു മറുപടി എനിക്ക് വളരെ ചുരുക്കമായി പറയാനുള്ളത്, എൻ്റെ പുസ്തകം നേരത്തെ നമ്മൾ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളുടെ എതിർവശത്ത് വെച്ച് ഒന്ന് പരിശോധിക്കൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഇത് ഒരു വാചകവുമെങ്കിലും വസ്തുത അല്ലെങ്കിൽ രേഖയുടെ പിൻബലമില്ലാതെ എഴുതപ്പെട്ടൊരു പുസ്തകവും മറ്റ് പുസ്തകങ്ങൾ എൻ്റെ ബഹുമാന്യരായ മറ്റ് ഗ്രന്ഥകാരന്മാർ എഴുതിയിട്ടുള്ളത് മനസ്സിൽ നിന്ന് സ്വയംഭൂവായി വന്ന അറിവുകളാണ് എന്നേ എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളൂ. അവരെ ഒന്നും ഞാൻ ഇകഴ്ത്തുകയല്ല, പക്ഷേ അടിസ്ഥാനമില്ലാത്ത പറച്ചിലുകൾ. മറ്റൊന്ന്, ഈ കാർഷിക പണിമുടക്കിനെക്കുറിച്ചാണ്. എനിക്കത് പറയാനുള്ള സമയമില്ലാഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കാതിരുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഗവേഷണ വിഷയമാണ്. ഇപ്പോഴും ഞാൻ അതിൻ്റെ അന്ത്യം കണ്ടു എന്ന് പറയാറായിട്ടില്ല. എങ്കിലും കുറച്ച് കാര്യങ്ങൾ ഞാൻ വസ്തുതകൾ വെച്ച് തന്നെ ഒരു ഘട്ടം വരെ ഞാൻ എത്തിയിട്ടുണ്ട് ഈ കാർഷിക പണിമുടക്കിനെക്കുറിച്ച്. അത് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് പോലെ 2007 2014 ഇതൊന്നും എൻ്റെ ഒരു പരിഗണനയിൽ വരുന്നില്ല. വസ്തുത വെച്ച് നോക്കുമ്പോൾ ഇതിനിടയ്ക്ക് വരുന്നൊരു ഘട്ടത്തിലാവണം അത്. കാരണം ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള അത്രയും തെളിവുകൾ വെച്ച് ഈ കാർഷിക പണിമുടക്കിൻ്റെ ഒരു സമാധാനം, ഒത്തുതീർപ്പിനെക്കുറിച്ചൊക്കെ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഉള്ള എഴുത്തുകൾ, പുസ്തകങ്ങളിൽ വന്ന എഴുത്തുകൾക്കൊന്നും വാസ്തവവുമായ ഒരു ബന്ധവുമില്ല. പക്ഷേ ഇതിനിടയ്ക്ക് വരുന്നുണ്ട്. കുറച്ചുകൂടി അന്വേഷണങ്ങൾ കഴിയാതെ അതിലൊരു ഒരു ഒരു നിഗമനത്തിലെങ്കിലും എത്താൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ പറഞ്ഞ തരത്തിലല്ലാതെ 2007 2014 ഒരു 10 കൊല്ലം മുൻപ് ഞാൻ എഴുതുമ്പോഴും എത്തി നിൽക്കുന്ന ആ ഒരു താൽക്കാലിക നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോഴും എൻ്റെ അവസ്ഥ. ഇതിനിടയ്ക്ക് എപ്പോഴുമാണ് മറ്റേ പുസ്തകങ്ങളിൽ കാണുന്ന പോലെ തോന്നിയ ഒരു ആഖ്യാനത്തിന് ഞാൻ തയ്യാറല്ല. കൃത്യമായ തെളിവുകളില്ലാതെ അത് പറയാനും ഞാൻ തയ്യാറല്ല. പക്ഷേ എനിക്കത് കഴിഞ്ഞേക്കും അടുത്തൊരു ഘട്ടത്തിൽ. പിന്നെ ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു, ഈ പത്രാധിപർ നമ്മുടെ പുലയ വിഭാഗത്തിൻ്റെ പ്രതിനിധിയായി 1911 അയ്യങ്കാളി വരുന്നതിന് തൊട്ട് തലേ വർഷം നിയമിച്ചത്, നോമിനേറ്റ് ചെയ്തത് ഗോവിന്ദപിള്ളയെയാണ്, സുഭാഷിണി പത്രത്തിൻ്റെ അധിപർ. അത് കഴിഞ്ഞ് അദ്ദേഹം 1915 അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്, 2 വർഷങ്ങളിൽ.
അത് എന്തുകൊണ്ടാണെന്ന് നമുക്കൊരു ഉത്തരം കിട്ടുന്നില്ല. പക്ഷെ ഒരു ചെറിയൊരു സൂചന എനിക്ക് തോന്നുന്നത് 2014 അവസാനം വന്ന ഊരുട്ടമ്പല ലഹളയുടെ വലിയ ഒരു സന്ദർഭത്തിൽ സർക്കാർ ഒരാളെ കൂടി ഈ പക്ഷത്ത് നിന്ന് സംസാരിക്കാൻ അനുവദിച്ചതാണോ എന്നെനിക്കറിയില്ല. അതിൻ്റെ കൃത്യമായൊരു വിവരം നമുക്ക് ഏതായാലും പറയാൻ ഇപ്പോൾ നിലവിലില്ല. പിന്നെ ഒരു ചതി കൂടി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വെക്കുന്നു. സാർ ചോദിച്ചതല്ലെങ്കിലും അയ്യൻകാളി ഉൾപ്പെടുന്ന സാധുജനങ്ങളുടെ നേതാക്കൾ, കണ്ടൻകുമാരനടക്കമുള്ള ഒരു നിര നേതാക്കളുണ്ട്, നക്ഷത്ര ശോഭയുള്ള ഒരു നിര ദളിത് നേതാക്കൾ. ഇവരെയെല്ലാം ഒറ്റയടിക്ക് വാഷ് ഔട്ട് ചെയ്യാൻ തിരുവിതാംകൂർ സർക്കാരിനെ ഒരു ചതി പ്രയോഗിക്കേണ്ടി വന്നു. അതാണ് 1932 ഈ പ്രജാസഭ അവസാനിപ്പിച്ചത്. തൊട്ട് മുൻപ് അതിൻ്റെ റിവിഷൻ നടത്തുമ്പോൾ സർക്കാർ പറഞ്ഞിരുന്നത് ഇപ്പോഴുള്ള സഭയേക്കാൾ കേമമായിട്ടുള്ള സഭയാണ് വരാൻ പോകുന്നത്, ഒരുപാട് മാറ്റങ്ങളുണ്ടാകും, നിങ്ങൾ അടുത്ത സമ്മേളനത്തിൽ ഇവിടെ വരുമ്പോൾ ആ മാറ്റങ്ങൾ കാണുമെന്നാണ്. പക്ഷെ ചതിയായിരുന്നോ? അയ്യൻകാളി അടക്കമുള്ള ഏറ്റവും സീനിയറായിട്ടുള്ള ദളിത് നായകരെ, അതിലേറ്റവും പ്രധാനപ്പെട്ടത് അയ്യൻകാളി തന്നെ, ഇവിടെ നിന്ന് ബഹിഷ്കരിക്കാൻ, ഔട്ടാക്കാനുള്ള ഗൂഢശ്രമമായിരുന്നു എന്ന് ഞാൻ പറയുന്നത് എഴുതി വെച്ച വാചകങ്ങൾ കണ്ടിട്ടില്ല. പക്ഷേ ഈ സാഹചര്യങ്ങൾ പഠിച്ചുകൊണ്ടാണ് പറയുന്നത്. കാരണം ഇതിന് ശേഷം വന്ന ശ്രീമൂലം പ്രജാസഭയ്ക്ക് പകരം വന്ന ശ്രീമൂലം സഭ, ആ സഭയിൽ സാധാരണ മട്ടിലുള്ള യോഗ്യതകളൊക്കെ ഉള്ള ആളുകളെയൊക്കെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അയ്യൻകാളിയുടെ മരുമകനടക്കമുണ്ട്. ഇത്രയും സീനിയറായിട്ടുള്ള അയ്യൻകാളിക്ക് പകരം എന്ത് യോഗ്യതയാണ് തിരുവിതാംകൂറിലെ ദളിതർക്കോ മറ്റോ ജനനായകർക്കോ ഉണ്ടായിരുന്നതെന്ന് എനിക്കറിയില്ല. അതൊരു ചതി എന്ന വാക്ക് തന്നെയാണ് അതിനെ അക്കാര്യത്തിൽ ഉപയോഗിക്കാൻ എനിക്ക് തോന്നുന്നത്. അയ്യൻകാളി ഇല്ല രംഗത്ത്. അടുത്ത 8 കൊല്ലത്തോളം അദ്ദേഹം ജീവിച്ചു. അദ്ദേഹത്തിൻ്റെ അത്രയും നീണ്ട കാലത്തെ ആ പരിചയം, നാടിന് ഉപയോഗിക്കേണ്ട ആ പരിചയത്തെ വെട്ടി വീഴ്ത്തുകയായിരുന്നു ഈ രാജകുടുംബം എന്ന് മാത്രം തൽക്കാലം ഞാൻ സൂചിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രീ സാർ ചോദിച്ചൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അതായത് ഭരണകൂടവുമായി ഈ ദളിത് വിഭാഗം എന്തെങ്കിലും സംഘർഷത്തിൽ ഏർപ്പെട്ടോ എന്ന്. യഥാർത്ഥത്തിൽ അത് സാധുജന പരിപാലന സംഘം യഥാർത്ഥത്തിൽ ഭരണകൂടം നൽകുന്ന എല്ലാ സാധ്യതകളെയും ഉപയോഗപ്പെടുത്താനാണ് ശ്രമിച്ചത്. കാരണം വേറൊരു വഴിയുമില്ല, വേറൊരു മാർഗവും ഇല്ലായിരുന്നു അവരുടെ മുമ്പിൽ. പിന്നെ 1800-കൾക്ക് ശേഷം തിരുവിതാംകൂറിലെ രാജഭരണം ആധുനികതയെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നുണ്ട് പലപ്പോഴും. അത് എല്ലാ പ്രജകളിലേക്കും എത്തണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ദിവാനിനോട് ചോദിക്കുന്ന പല കാര്യങ്ങളും അംഗീകരിച്ചു കൊടുക്കുന്നുണ്ട്, റിട്ടേൺ ആയിട്ട് അനുവദിക്കുന്നുണ്ട്. പിന്നെ പ്രക്ഷോഭങ്ങൾക്ക് ആവശ്യമില്ലായിരുന്നു. യഥാർത്ഥത്തിൽ പ്രക്ഷോഭം നടത്തേണ്ടി വരുന്നത് ജാതി ശ്രേണികളോടായിരുന്നു. മറ്റ് ജാതി ശ്രേണികളോടാണ് അവർക്ക് കലഹിക്കേണ്ടിയുണ്ടായിരുന്നത്. ഭരണകൂടം ഒരു പരിധി വരെ ആധുനികത, അതുകൊണ്ടാണ് പാർലമെൻ്ററി സിസ്റ്റത്തെ അംഗീകരിച്ച രീതിയിലാണല്ലോ പ്രജാസഭ. അതിലേക്ക് നോമിനേറ്റ് ചെയ്ത അംഗങ്ങൾ, അതായത് പിന്നെ സാമ്പത്തികമായി മുന്നോട്ടുള്ള ആൾക്കാരെയാണ് ആദ്യ കാലഘട്ടത്തിൽ അതിൽ നിയോഗിച്ചെങ്കിൽ പിൽക്കാലത്ത് ജാതിപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകളെ കൂടി അതിലേക്ക് നോമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ആധുനികതയുടെ വീണ്ടും പാഠം പഠിപ്പിക്കുകയാണ് അയ്യൻകാളി ചെയ്യുന്നത്. നിങ്ങൾ ആധുനികത എങ്ങനെ ഉൾക്കൊള്ളണം, പാർലമെൻ്ററി സിസ്റ്റത്തെ എങ്ങനെ മാനിക്കണം, ഇതാണ് അയ്യൻകാളി പഠിപ്പിക്കുന്ന വേറൊരു പാഠം. അപ്പോൾ അത് തൻ്റെ പിന്നെ ആവശ്യങ്ങൾ സഭയിൽ പറഞ്ഞ് പിന്നെ നേടിയെടുക്കുക എന്നുള്ള രീതിയായിരുന്നു അയ്യൻകാളി പിന്നെ സ്വീകരിച്ചത്. ജനാധിപത്യത്തിൻ്റെ മൂല്യമാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇത്രയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് തോന്നുന്നു. ഞാനൊരു സെക്കൻഡ് കൊണ്ട് പറഞ്ഞോളാം. അയ്യൻകാളി പ്രവർത്തിച്ചതെല്ലാം തന്നെ മഹാഭൂരിപക്ഷം സ്റ്റെപ്പുകളും ഉള്ള നിയമങ്ങളെ നടപ്പിൽ വരുത്താൻ വേണ്ടിയുള്ള യത്നങ്ങളാണ്. അത് പ്രക്ഷോഭണം എന്ന് പറയുന്നില്ല. പക്ഷേ ഇത് കൂടാതെ ആധുനിക പാർലമെൻ്ററി സമ്പ്രദായത്തിലെ സമരങ്ങളിലൊന്ന് അദ്ദേഹവും പങ്കാളിയാണ്. അത് 1925 പ്രജാസഭ ബഹിഷ്കരണമാണ്. അത് അയ്യൻകാളിയോ ദളിതരോ മാത്രമല്ല, മൊത്തം ആളുകൾ, മറ്റ് എല്ലാ ആളുകളും ഭൂരിപക്ഷം പേരും സഭ ബഹിഷ്കരിക്കുന്നുണ്ട്. അതേക്കുറിച്ച് തന്നെ ഒരു ലേഖനം നമ്മൾ കുറച്ച് മുമ്പ് മാതൃഭൂമിയിൽ എഴുതിയിട്ടുള്ളതാണ്. അതൊരു ബഹിഷ്കരണമാണ്. ആധുനിക ജനാധിപത്യ ജനപ്രതിനിധികൾ സ്വീകരിക്കുന്ന ആ ഒരു സമരമാർഗം തന്നെയാണത്. ആവശ്യം ഇതാണ്, TA നമ്മുടെ യാത്രയ്ക്ക് വരുന്ന TA വെട്ടിക്കുറച്ചു, അതാണ് വിഷയം. അപ്പോൾ ഉന്നതരായിട്ടുള്ള മെമ്പർമാരാണ് ഈ സമരത്തിൻ്റെ ബഹിഷ്കരണത്തിൻ്റെ നേതൃത്വത്തിൽ. പക്ഷെ അതിനോടൊപ്പം അയ്യൻകാളി ഉൾപ്പെടുന്ന 23 നോമിനേറ്റഡ് മെമ്പർമാരും എല്ലാ ദളിത് അംഗങ്ങളും അടക്കം ഇതിനോടൊപ്പം ചേർന്ന ഒരു ജനാധിപത്യ പരീക്ഷണം കൂടി അവിടെ നടന്നിട്ടുണ്ട്. നന്ദി. അയ്യൻകാളിയും കേരള നവോത്ഥാന ചരിത്ര രചനകളും എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി നമ്മളിവിടെ നടക്കുന്ന സംവാദങ്ങളും
ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയും ഒരുപാട് ചർച്ചകളിലേക്ക് ഇത് കടക്കേണ്ടതുണ്ട്. എന്നാൽ സമയപരിമിതിയുണ്ട്. നമുക്ക് അടുത്തൊരു സെഷനും കൂടി ഇവിടെ നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഇനി മറ്റ് ചോദ്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. പക്ഷെ നമുക്ക് താഴെ വെച്ച ഏത് സംശയങ്ങളിലേക്ക് വേണ്ടിയും പോകാം. ഒറ്റ വാക്കിൽ പറഞ്ഞു തീർക്കുകയാണെങ്കിൽ, ഇഫ് യു ഹാവ് ടു സം അപ്പ് ഓൾ ദ ഡിസ്കഷൻ, നമുക്ക് ഒറ്റ കാര്യം ഉറപ്പിച്ച് പറയുവാൻ സാധിക്കും. അയ്യങ്കാളി എന്ന് പറയുന്ന ഒരു ഓർഗാനിക്കായ ലീഡർ ചരിത്രത്തിൽ താൻ പ്രതിനിധാനം ചെയ്യുന്ന സമൂഹത്തിനും മാർജിനലൈസ് ചെയ്യപ്പെട്ട സമൂഹത്തിനും വേണ്ടി ഫൈറ്റ് ചെയ്താണ് സമൂഹത്തിൽ നിലനിന്നതെങ്കിൽ ഇന്നിപ്പോൾ ചരിത്ര രചനകളിലും അതേ ഫൈറ്റോട് കൂടി തന്നെയാണ് ആ ഒരു പ്രത്യയശാസ്ത്രത്തിനും അയ്യങ്കാളിക്കും നിലനിൽക്കുവാൻ സാധിക്കുന്നതെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.